നമസ്കാരം. ആ ചെറുപ്പക്കാരന്റെ മറുപടി ഡസ്റ്റിനെ വല്ലാതൊന്ന് അമ്പരപ്പിക്കുകയാണ്. അവൻ പറഞ്ഞത് അവൻ കുത്തിയത് അവന്റെ അച്ഛനെയാണെന്നാണ്. വിശ്വാസം വരാതെ ഡസ്റ്റിൻ ഒന്നുകൂടെ ചോദിച്ചു, നീ എന്താ പറഞ്ഞേ? സർ, ഇതെന്റെ അച്ഛനാണ്, എന്റെ ഡാഡിയാണ്. അത് ശരി, എന്താ നിന്റെ പേര്? എന്റെ പേര് മേസർ എന്നാണ്. മേസർ സ്പാനർ. ഓഹോ, മേസർ സ്പാനർ. മേസൺ, നിനക്ക് നിന്റെ അച്ഛനോട് ശരിക്കും ദേഷ്യം ഉണ്ടായിരുന്നല്ലേ? സർ, ഇദ്ദേഹത്തെ എന്റെ അച്ഛനെന്ന് എനിക്ക് പറയാനേ കഴിയൂ. ഇദ്ദേഹം എന്റെ അമ്മയെ ശരിക്കും റേപ്പ് ചെയ്യായിരുന്നു. അത് ശരി, അപ്പൊ നീ നിന്റെ അച്ഛനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ? അതെ സർ, അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. സർ, അതിനുവേണ്ടി ഞാൻ ഇവിടെ ജോലിക്ക് കയറിയത്. നീ എത്ര കാലമായി ഇവിടെ ജോലി കയറിയിട്ട്? സർ, ഞാൻ ഒരു 8 കൊല്ലമായിട്ട് ഇവിടെ ജോലിയിലുണ്ട്. ശരിക്കും അനുയോജ്യമായ ഒരു സമയം അതാണ് അവന് വേണ്ടിയിരുന്നത്. അവന്റെ അമ്മയെ റേപ്പ് ചെയ്ത വ്യക്തിയെ കൊല്ലാൻ വേണ്ടി അവൻ കാത്തിരുന്നത് 8 കൊല്ലമാണ്. അതും ആ റേപ്പ് ചെയ്ത വ്യക്തിയുടെ അതേ ഓഫീസിൽ. അവന്റെ ആ കാത്തിരിപ്പിന് ഒരു ഫലം ഉണ്ടായിരിക്കുകയാണ്. മേസന്റെ കഥ കേട്ടപ്പോ ഡസ്റ്റിൻ മേസനോട് പറഞ്ഞു, ഓക്കെ, നിന്നെ ഞാൻ സഹായിക്കാം, പക്ഷെ തിരിച്ച് നീ എന്നോട് വിശ്വാസ്യത കാണിക്കണം. സർ, ഞാൻ എൻ്റെ ജീവൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ 100% വിശ്വസ്തയോടുകൂടി അങ്ങയോടൊപ്പം നിൽക്കും. അങ്ങനെ മേസൻ പറഞ്ഞതും ആ ടേബിളിൽ ഉണ്ടായിരുന്ന ഫോൺ ബെല്ലടിച്ചു. ഫോൺ ബെല്ലടിക്കുന്ന കണ്ടതും ഡസ്റ്റിൻ മേസനോട് ഫോൺ എടുക്കാൻ ആവശ്യപ്പെട്ടു. മേസൺ ഫോൺ എടുത്തു. ഫോൺ വിളിച്ച വ്യക്തിയോട് മേസൺ ലേശം ദേഷ്യപ്പെട്ട സംസാരിക്കുന്നത്. നിങ്ങൾക്ക് പണം കടം നൽകാൻ ഞങ്ങൾക്ക് പറ്റില്ല. നിങ്ങളെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പുറത്ത് കേൾക്കുന്നത്. നിങ്ങളെ ആദ്യം ഞങ്ങളുടെ എടുത്ത ലോണ് തിരിച്ചടക്കി, അതിനുശേഷം പുതിയ ലോണിനെ കുറിച്ച് ആലോചിക്കും. എന്താ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞതിന് ശേഷം മേസൺ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ടായതും ഡസ്റ്റിൻ മേസനോട് ചോദിച്ചു, എന്താ പ്രശ്നം? സാർ, ഞങ്ങൾ ഇന്ന് ലോൺ എടുത്തൊരു കക്ഷിയാണ് ഇപ്പോ ഇവിടെ വിളിച്ചത്. അതെനിക്ക് മനസ്സിലായി, എന്താണ് പ്രശ്നം? സർ, നോളൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഉടമ ഡേവിഡ് നോളനാണ് എന്നെ വിളിച്ചത്. അയാൾക്ക് അടിയന്തരമായി കുറച്ച് ഫണ്ട് വേണം. ഓക്കെ, നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് അറിയപ്പെടുന്ന കമ്പനിയല്ലേ? അവർക്ക് പണം കടം കൊടുക്കാൻ നിങ്ങൾ എന്തിനാ വിസമ്മതിക്കുന്നത്? സർ, നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് ആകെ പ്രശ്നത്തിലാണ്. പ്രശ്നത്തിലോ? എന്ത് പ്രശ്നം? സർ, അവർ ഇല്ലീഗലായിട്ട് ചില ഡ്രഗ്സ് ഉണ്ടാക്കിയിരുന്നു. ചില ഉത്തേജക മരുന്നുകളാണ് അവർ ഉണ്ടാക്കിയത്. അതിനോടൊപ്പം ചില മയക്കുമരുന്നുകളും. അവര് ഇല്ലീഗലായിട്ട് ആ പ്രോഡക്ട്സ് അവരുടെ ഒറിജിനൽ പ്രോഡക്ട്സിനൊപ്പം വിൽക്കുകയായിരുന്നു. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം ഉറപ്പായിട്ടും നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനിയെ പൂട്ടിക്കും. അവര് കടക്കണിയിലാവും. മോവൻ, നീ പറയുന്നത് ആ ക്രിസ് നോളൻ കൂടിയുള്ള കമ്പനിയല്ലേ? അതെ സാർ, ക്രിസ് നോളന്റെ കമ്പനി തന്നെ. അവന്റെ അച്ഛനാണ് ഈ ഡേവിഡ് നോളൻ. സാറിന് ക്രിസ്റ്റിന് അറിയോ? അത് പോട്ടെ, നീ കാര്യം പറ. സാർ, അവര് ഞങ്ങളുടെ ഇന്ന് ഒരുപാട് പണം കടമെടുത്തിട്ടുണ്ട്. ആ പണം ഇതുവരെ അടച്ചു തീർത്തിട്ടില്ല. അവരിപ്പോ ബാങ്ക്രപ്റ്റ് ആയാൽ സ്വാഭാവികമായിട്ട് അത് ബുദ്ധിമുട്ടിലാവും. മോവൻ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസാ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? സാർ, ഞങ്ങളൊരു NBFC ആണ്, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. ഞങ്ങൾ ലീഗലായിട്ടും ഇലീഗലായിട്ടും പണം കടം കൊടുക്കും. ഇലീഗലായിട്ടെന്ന് പറയുമ്പോൾ ബാങ്കുകൾ പണം കൊടുക്കാൻ വിസമ്മതിക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ പണം കൊടുക്കും. ആ പണം കൃത്യമായി പിരിച്ചെടുക്കാനുള്ള മസിൽ പവർ ഞങ്ങൾക്കുണ്ട്. ആ മസിൽ പവർ എന്താണെന്ന് നേരത്തെ ഡസ്റ്റിൻ കണ്ടതാണ്. ഡസ്റ്റിന് ഇപ്പോ ആ ട്രേ ഗ്രൂപ്പിന്റെ പ്രവർത്തനത്തിന്റെ ഏകദേശ രൂപം മനസ്സിലായിട്ടുണ്ട്. ട്രേ ഗ്രൂപ്പിന്റെ ഉടമ, ട്രേ എന്ന് വിളിക്കപ്പെടുന്ന ട്രെവർ സ്പാനർ, ശരിക്കും അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കക്ഷി തന്നെയാണ്. അയാള് ഗുണ്ടകളെ വെച്ച് നന്നായി ഓപ്പറേറ്റ് ചെയ്താണ് ആ ബാങ്കിങ് സംവിധാനം പടുത്തുയർത്തിയത്. അയാൾക്ക് ശരിക്കും ശക്തമായ ഒരു പിരിവ് സംഘം ഉണ്ടായിരുന്നു. കൊടുക്കുന്ന ലോണ് കൃത്യമായി പിരിച്ചെടുക്കാൻ പറ്റുന്ന ഗുണ്ടകളുടെ ഒരു വൻ സംവിധാനം തന്നെയാണ് ആ ട്രേ ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത്. അവരെയൊക്കെയാണ് നേരത്തെ ഡസ്റ്റിൻ ഒരു പരുവമാക്കിയത്. ട്രേ ഗ്രൂപ്പിന്റെ ബിസിനസിന്റെ രീതി മനസ്സിലായതും ഡസ്റ്റിൻ മേവിനോട് പറഞ്ഞു, ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാമല്ലോ. സാർ, ഉറപ്പായിട്ട് എനിക്കറിയാം. ഒരു കാരണവശാലും അങ്ങയുടെ പേര് ഇന്നത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരും കേൾക്കാൻ ഇടവരരുത്. അതെനിക്കറിയാം. ഓക്കെ, നിനക്ക് സംഭവം മനസ്സിലായ സ്ഥിതിക്ക് നീ ഒരു കാര്യം ചെയ്യും, ഒരു ജോഡി ഡ്രസ്സ് കൊണ്ടുവാ. ഡസ്റ്റിൻ റിയാസിന്റെ ദേഹം മുഴുവൻ രക്തത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിലേക്ക് എത്തുന്നവരെ ഡസ്റ്റിൻ ആളുകളെ കൊന്നൊടുക്കുന്നതിൽ ഒരു മടിയും കാണിച്ചിരുന്നില്ല. സ്വാഭാവികമായിട്ടും ഡസ്റ്റിന്റെ ദേഹത്തേക്ക് രക്തം തെറിച്ചിരുന്നു. കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഡ്രസ് എത്തി. ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞതും ഡസ്റ്റിൻ ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇന്നത്തെ ഈ ട്രേ ബിൽഡിങ്ങിലെ കൂട്ടക്കൊലയ്ക്ക് മുമ്പ് ഡസ്റ്റിൻ ഒരു കൂട്ടക്കൊല നടത്തിയത് 10 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ ഓർമ്മകൾ ഡസ്റ്റിന്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഡസ്റ്റിൻ ബിൽഡിങ്ങിന്റെ പുറത്തെത്തി. ഡസ്റ്റിൻ ആ ബിൽഡിങ്ങിന്റെ പുറത്തെത്തി
റോഡിലെ ഫുട്പാത്തിൽ കൂടെ നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു ലംബോർഗിനി അടുത്ത് വന്ന് ചവിട്ടി നിർത്തി. സുന്ദരിയായ ഒരു പെൺകുട്ടി ആ വണ്ടിയിൽ ഇരിക്കുകയാണ്. അവൾ ഡസ്റ്റിനെ വിളിച്ചു. ഏയ്! ശബ്ദം കേട്ട് ഡസ്റ്റിൻ അങ്ങോട്ട് നോക്കുമ്പോൾ അവള് പുറത്തിറങ്ങി. ഹലോ, എന്നെ മനസ്സിലായില്ലേ? ശരിക്കും സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ് കാറിൽ നിന്ന് പുറത്തിറങ്ങി ഡസ്റ്റിനോട് അങ്ങനെ ചോദിച്ചത്. ഡസ്റ്റിൻ അവളോട് പറഞ്ഞു, ഇല്ല, എവിടെ കണ്ടിട്ടുള്ളത് പോലെ തോന്നുന്നു, എനിക്ക് ആള് ആരെന്ന് മനസ്സിലായില്ല. ഷേ, എന്താ ഡസ്റ്റിൻ ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടതാണല്ലോ. നമ്മൾ ഇന്നലെ പരിചയപ്പെട്ടെന്നോ? എവിടെ വെച്ച്? എപ്പോ? കൊള്ളാം, നമ്മൾ ആശുപത്രി വെച്ച് പരിചയപ്പെട്ടു. എന്റെ സിസ്റ്ററാണ് നടാഷ. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, നമ്മൾ ഇന്നലെ ആശുപത്രി വെച്ച് കണ്ടിരുന്നു. ഇപ്പൊ എന്താ നീ വന്നേ? ഡസ്റ്റിൻ, എന്റെ സിസ്റ്റർക്ക് തീരെ സുഖമില്ല. സിസ്റ്റർ പറഞ്ഞത് നിങ്ങൾ വിളിക്കാൻ. കേറി കേറി. ആ പെൺകുട്ടി മറ്റാരുമല്ല, റൂത്ത് ഹാർമൺ ആണ്. റൂത്ത് ഹാർമൺ അങ്ങനെ പറഞ്ഞിട്ടും ഡസ്റ്റിൻ ആ ലംബോർഗിനിൽ കയറാതെ അങ്ങനെ ആ റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ്, ആ ഫുട്പാത്തിൽ. അത് കണ്ടതും അവൾ ഓടി ഡസ്റ്റിന് അടുത്ത് വന്ന് ഡസ്റ്റിന്റെ കൈ പിടിച്ച് ആ വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റി. ഫുട്പാത്തിൽ കൂടി നടന്നു പോകുന്ന ആളുകളൊക്കെ ഈ കാഴ്ച കാണുന്നുണ്ട്. സുന്ദരിയായ ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ ബലമായി പിടിച്ച് കാറി കയറ്റുന്നത് ലേശ കൗതുകത്തോടു കൂടിയാണ് അതുവഴി കടന്നു പോകുന്ന ആളുകൾ കണ്ടത്. ആരും ഒന്ന് നോക്കിപ്പോകുന്ന സൗന്ദര്യം റൂത്തിനുണ്ട്. റൂത്ത് അതിനുശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയ അവൾ വാഹനം പറപ്പിച്ച വേഗത ഡസ്റ്റിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ ലംബോർഗിനി അവളുടെ കയ്യിൽ ഒരു കളിപ്പാട്ടം പോലെയാണ് അനുഭവപ്പെട്ടത്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വാഹനം ഹാർമൺ കുടുംബത്തിന്റെ വസതിയിലെത്തി. ജാവ ജോയിസ് എന്ന് വിളിക്കപ്പെടുന്ന ആ കൂറ്റൻ ബിൽഡിംഗിലേക്കാണ് റൂത്ത് ഹാർമൺ ഡസ്റ്റിനെ എത്തിച്ചത്. റൂത്ത് വണ്ടി പാർക്ക് ചെയ്തപ്പോ ഡസ്റ്റിൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങി. വിശാലമായ പൂന്തോട്ടവും സ്വിമ്മിംഗ് പൂളും നടക്കാനുള്ള പാതകളൊക്കെ ഉള്ള ഒരു വലിയ കോമ്പൗണ്ടിനുള്ളിലാണ് ആ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത്. ആ ബിൽഡിംഗ് ശ്രദ്ധിച്ച് റൂത്തിനൊപ്പം ഡസ്റ്റിൻ ആ ബിൽഡിംഗിലേക്ക് കടന്നു. റൂത്ത് അതിവേഗം ഡസ്റ്റിനെയും കൊണ്ട് മുകളിൽ നിന്നിലേക്ക് നടന്നു. ഡസ്റ്റിനെയും കൊണ്ട് റൂത്ത് എത്തിയത് നടാഷയുടെ ബെഡ്റൂമിലാണ്. നടാഷയുടെ ബെഡ്റൂമിലേക്ക് ഡസ്റ്റിനുമായി എത്തിയ റൂത്ത് ഡസ്റ്റിനെ കൊണ്ടുപോയത് വാഷ്റൂമിലേക്കാണ്. റൂത്തിനെ അനുഗമിച്ച് അവിടെ എത്തിയ ഡസ്റ്റിൻ കാണുന്നത് ബാത്ത് ടബിൽ കിടക്കുന്ന നടാഷ ഹാർമണിയാണ്. നടാഷ കിടക്കുന്ന ബാത്ത് ടബിൽ നിറയെ ഐസ് ക്യൂബുകൾ ഇട്ടിരിക്കുകയാണ്. ശരിക്കും ഐസ് ക്യൂബുകൾ ഇട്ട ആ വെള്ളത്തിൽ കിടക്കുന്ന നടാഷയെ കണ്ടുകൊണ്ടാണ് ഡസ്റ്റിൻ ആ ബാത്ത് ടബിന്റെ അടുത്തേക്ക് വന്നത്. ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, ഏയ് നടാഷ, എന്താ പ്രശ്നം? ഡസ്റ്റിൻ എന്താന്ന് അറിയത്തില്ല, ശരീരം മുഴുവൻ ശരിക്കും ചൂട് അനുഭവപ്പെടുകയാണ്. അത് കേട്ടതും ഡസ്റ്റിൻ നടാഷയുടെ കയ്യിലും നെറ്റിലൊക്കെ ഒന്ന് പിടിച്ചു. ശരിക്കും പൊള്ളുന്ന ചൂടുണ്ട്. ഏയ് നടാഷ, ഇതെങ്ങനെയാ സംഭവിച്ചേ? ഡസ്റ്റിൻ, എനിക്ക് അറിയത്തില്ല, ദേഹം മുഴുവൻ ചൂടെടുക്കുകയാണ്, ഉള്ളിലും ശരിക്കും ചൂടെടുക്കുകയാണ്. ഇപ്പോഴാണ് ഡസ്റ്റിൻ നടാഷയുടെ ബോഡിയിലേക്ക് ഒന്ന് നോക്കിയത്. നടാഷ ഒരു ഗൗണ ധരിച്ചിരിക്കുന്നത്. ഗൗണിനകത്ത് വേറെ അണ്ടർ ഗാർമെന്റ്സ് ഒന്നും ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. വെള്ളത്തിലൂടെ ആയതുകൊണ്ട് നടാഷയുടെ ബോഡി കൃത്യമായി കാണാം. ശരിക്കും ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന സൗന്ദര്യമുള്ള ഒരു ലേഡിയാണ് നടാഷ ഹാർമൺ. നടാഷയെ ആ വേഷത്തിൽ അവിടെ ആ ബാത്ത് ടബിൽ കണ്ടപ്പോൾ ഒരു ചെറിയ അസ്വസ്ഥത ഡസ്റ്റിന് അനുഭവപ്പെട്ടു. ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, എനിക്ക് ഈ ബാത്ത് ടബിൽ വെച്ച് നിന്നെ ചികിത്സിക്കാൻ പറ്റില്ല, നീ ബെഡിലേക്ക് കിടക്ക്. അത് കേട്ടതും നടാഷ റൂത്തിനോട് പറഞ്ഞു, റൂത്ത് എന്നെ ഒന്ന് സഹായിക്കും. റൂത്തും ഡസ്റ്റിനും കൂടി ഒരു പരുവത്തിൽ ആ ബാത്ത് ടബിൽ നിന്ന് നടാഷയെ പൊക്കി പുറത്തെടുത്തു. നടാഷയെ ആ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ നടാഷയുടെ ദേഹം വിറയ്ക്കുന്നതായി, ചൂട് അനുഭവപ്പെടുന്നതായി അവളുടെ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. നടാഷയും കൊണ്ട് ഡസ്റ്റിനും റൂത്തും ആ വാഷ്റൂമിൽ നിന്ന് ബെഡ്റൂമിലേക്ക് വന്നു. ബെഡ്റൂമിലേക്ക് കടന്നതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നീ ഡ്രസ്സ് അഴിച്ചിട്ട് ആ കിടക്കയിൽ ഒന്ന് കമന്ന് കിടക്ക്. അത് കേട്ടതും റൂത്ത് ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, എന്തായി പറയുന്നേ? ഹേ റൂത്ത്, നടാഷയെ ചികിത്സിക്കാൻ വേറെ മാർഗമൊന്നുമില്ല. നടാഷയുടെ പുറത്ത് എനിക്ക് ചില നീഡിൽസ് കയറ്റണം, അതിന് നടാഷ ഡ്രസ്സ് അഴിച്ചേ പറ്റൂ. ഡസ്റ്റിൻ പറഞ്ഞപ്പോ തന്നെ നടാഷ ഡ്രസ്സ് അഴിക്കാൻ റെഡിയാണ്. പക്ഷെ റൂത്ത് നടാഷ തടുത്തു. ഏയ് നടാഷ, ചുമ്മാ ഇരിക്കെ, ഡസ്റ്റിൻ പോയി തിരിഞ്ഞു നിൽക്ക്. റൂത്ത് പറഞ്ഞ അനുസരിച്ച് ഡസ്റ്റിൻ ആ ബെഡ്റൂമിന്റെ മുന്നോട്ട് നടന്ന് പുറത്തോട്ട് നോക്കിക്കൊണ്ട് നിന്നു. ഡസ്റ്റിൻ, തിരിഞ്ഞു നോക്കരുത്. റൂത്ത് ഡസ്റ്റിനോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം വളരെ പാടുപെട്ട് നടാഷയുടെ ഗൗണിന്റെ മുകൾ ഭാഗം അഴിച്ചതിന് ശേഷം അവളുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ അവൾ ധരിപ്പിച്ചു. സകല അണ്ടർ ഗാർമെന്റുകളും അഴിച്ചു വെച്ചതിന് ശേഷമാണ് അവൾ ആ വെള്ളത്തിൽ കിടന്നത്. കാരണം അത്ര ചൂട് അവളുടെ ശരീരത്തിന് അനുഭവപ്പെടുന്നുണ്ട്. ഡ്രസ്സൊക്കെ അഴിപ്പിച്ചതിന് ശേഷം ഗൗണിന്റെ മുകൾ ഭാഗം മാറ്റി നടാഷയെ ആ ബെഡിൽ കിടത്തി. നടാഷ കമിഴ്ന്ന് കിടക്കുന്നു എന്ന് ഉറപ്പുവരുത്തി വേറെ കുഴപ്പമൊന്നും ഇല്ലാന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് റൂത്ത് ഡസ്റ്റിനോട് പറഞ്ഞത്, ഡസ്റ്റിൻ ഇനി തിരിഞ്ഞോളൂ. റൂത്ത് അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ തിരിഞ്ഞു. റൂത്തിന്റെ ഈ ആക്ടിവിറ്റീസ് നടാഷയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. നടാഷയ്ക്ക് അന്ന്
ഡസ്റ്റിനെ കണ്ട നിമിഷം മുതൽ ഡസ്റ്റിനോട് ഒരു ഇഷ്ടമൊക്കെ അങ്ങനെ തോന്നുകയാണ്. അവളുടെ മനസ്സ് പോലും അറിയാതെ ശരീരം ഒരു വല്ലാത്ത രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഡസ്റ്റിനെ കണ്ട നിമിഷത്തിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കണമെന്നൊക്കെ ഒരു തോന്നൽ നടാഷയ്ക്ക് ഉണ്ടായതാണ്. നടാഷ അന്ന് ശ്രമിച്ചതാണ്. പക്ഷെ റൂത്ത് തടുത്തോണ്ട് മാത്രം ആ കാര്യം നടന്നില്ല. ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചത്. നടാഷയെ കിടത്തി കഴിഞ്ഞതും ഡസ്റ്റിൻ അടുത്തെത്തി. ഡസ്റ്റിൻ നടാഷയുടെ അടുത്തെത്തപ്പോ നടാഷ ആ ബെഡിൽ അങ്ങനെ കമിഴ്ന്ന് കിടക്കുകയാണ്. അവളുടെ ബോഡിയുടെ ഇടുപ്പിന് മുകളിലോട്ടുള്ള ഭാഗം പൂർണ്ണമായും നഗ്നമാണ്. നടാഷയുടെ തൊട്ടടുത്ത് തന്നെ റൂത്ത് നിൽക്കുകയാണ്. തന്റെ ചേച്ചിയെ ഡസ്റ്റിൻ അനാവശ്യമായി സ്പർശിക്കുമോ എന്നൊരു പേടി റൂത്തിനുണ്ട്. അവളുടെ മുഖം അത് വിളിച്ചു പറയുന്നുണ്ട്. അവൾ നോക്കി നിൽക്കെ ഡസ്റ്റിൻ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് നീഡിലുകൾ പുറത്തെടുത്തു. ആ നീഡിലുകൾ ഡസ്റ്റിൻ ഒരു പ്രത്യേക രീതിയിൽ ചില പ്രത്യേക പോയിന്റുകളിൽ നടാഷയുടെ പുറകുവശത്ത് കുത്തിയിറക്കി. കൃത്യം 8 നീഡിലുകളാണ് നടാഷയുടെ പ്രഷർ പോയിന്റുകളിൽ ഡസ്റ്റിൻ കുത്തിയിറക്കുന്നത്. ആ നീഡിലുകൾ വിന്യസിച്ചു കഴിഞ്ഞതും ഡസ്റ്റിൻ ആ നീഡിലുകളുടെ പുറത്തുകൂടി പതുക്കെ വിരൽ നോടിച്ചു. ഡസ്റ്റിന്റെ വിരലുകൾ ആ നീഡിലുകളുടെ പുറത്തുകൂടി കടന്നു പോകുമ്പോൾ ആ നീഡിലുകൾ പതുക്കെ അനങ്ങി തുടങ്ങുകയാണ്. സാധാരണഗതിയിൽ ഒരു അക്യുപങ്ചറുകാരനും ചെയ്യാൻ കഴിയാത്ത ശൈലിയിൽ ഒരു അനക്കം ആ നീഡിലുകൾക്ക് ഉണ്ടാക്കാൻ ഡസ്റ്റിന് പറ്റുന്നുണ്ട്. ഡസ്റ്റിന്റെ ശരീരത്തിൽ നിന്ന് ഊർജം ആ നീഡിലുകൾ വഴി നടാഷയുടെ ബോഡിയിലേക്ക് കൊടുക്കുന്നുവെന്ന് 100% ഉറപ്പാണ്. അതിന് ഫലമുണ്ടായി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞതും നടാഷയുടെ വായി കൂടി രക്തം പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നത് രക്തമാണെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ശൈലിയിൽ നല്ല കറുത്ത നിറത്തിലാണ് ആ രക്തം പുറത്തേക്ക് വന്നത്. ഒരു കൂടം രക്തം നടാഷ ഛർദ്ദിച്ചു എന്ന് പറയാം. ശരിക്കും കറുത്ത ആ രക്തം പുറത്തു പോയി കഴിഞ്ഞതും ഡസ്റ്റിൻ ആ നീഡിലുകൾ വലിച്ചെടുത്തു. ആ നീഡിലുകൾ വലിച്ചെടുത്തതിന് ശേഷം ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ ഒരു 5 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കുക. 5 മിനിറ്റ് കഴിയുമ്പോൾ നീ ഓക്കെ ആവും. അങ്ങനെ പറഞ്ഞതിന് ശേഷം ഡസ്റ്റിൻ ആ മുറിയിൽ നിന്ന് വരാന്തയിലേക്ക് ഇറങ്ങി. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നടാഷ ഡ്രസ് ചെയ്ത് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. അവൾ ശരിക്കും ഉന്മേഷവതിയാണ്. ഡസ്റ്റിനും റൂത്തും കൂടി ആ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് അവർ ആ ബാത്ടബിൽ കണ്ട നടാഷ ഹാർമൺ അല്ല ഇപ്പൊ നിൽക്കുന്ന നടാഷ ഹാർമൺ. അവളുടെ ബോഡി പഴയതുപോലെ മാറിയിരിക്കുകയാണ്. നടാഷയ്ക്ക് അതറിയാം, റൂത്തിനും അതറിയാം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഡസ്റ്റിന്റെ അടുത്തേക്ക് വന്നത് ആ കാര്യം അറിയാൻ വേണ്ടിയാണ്. എന്താണ് നടാഷയ്ക്ക് സംഭവിച്ചത്? ചോദ്യം കേട്ട ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു, നടാഷ, നിന്റെ ശരീരത്തിനകത്ത് വിഷം കയറിയിട്ടുണ്ട്. നിന്റെ ഗ്രാൻഡ്പയുടെ ശരീരത്തിൽ കയറിയ അതേ വിഷം നിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. നടാഷ ആലോചിച്ച് നോക്ക്, ആരെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കാനോ കുടിക്കാനോ നടാഷയ്ക്ക് നൽകിയിട്ടുണ്ടോ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ? നടാഷ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. നടാഷ അത് തീർത്തു പറഞ്ഞതും ഡസ്റ്റിൻ നടാഷയോട് ചോദിച്ചു, നടാഷ, അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് എന്തെങ്കിലും പെർഫ്യൂംസ് ശ്വസിക്കാൻ ഇടവന്നിട്ടുണ്ടോ? ഡസ്റ്റിൻ അങ്ങനെ ചോദിച്ചതും പെട്ടെന്ന് നടാഷയുടെ മുഖം വിടർന്നു. ശരിയാ ഡസ്റ്റിൻ, ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഞാൻ ആ എഡ്വിനുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്ക് പോയിരുന്നു. ആര്? എഡ്വിൻ ഹമ്മറോ? അതെ, എഡ്വിൻ ഹമ്മറിന്റെ. അവിടെ ആ ബിൽഡിങ്ങിലേക്ക് കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അസ്വസ്ഥ ഫീൽ ചെയ്തു. എന്തോ ശ്വസിച്ചതിന്റെ ഫലമായിട്ടാണ് അസ്വസ്ഥ ഫീൽ ചെയ്തത്. അപ്പൊ തന്നെ ഞാൻ തിരിച്ചു പോന്നിരുന്നു. നടാഷ, സംശയിക്കേണ്ട, ആ പെർഫ്യൂം തന്നെയാണ് കാരണം. നടാഷയെ ലക്ഷ്യമിട്ടുകൊണ്ട് ആ പെർഫ്യൂം നടാഷയെ കൊണ്ട് ശ്വസിപ്പിച്ചതാണ്. എഡ്വിൻ ഹമ്മർ കണ്ടക്ട് ചെയ്ത ഒരു പ്രോഗ്രാമിലേക്കാണ് നടാഷ ചെന്നത്. ആ പ്രോഗ്രാമിൽ കൃത്യമായിട്ടും നടാഷയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു പെർഫ്യൂം ഉപയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റ് അതിഥികൾക്ക് ഒരു തരത്തിലും സംശയം ഉണ്ടാകാത്ത ശൈലിയിൽ വളരെ വിദഗ്ധമായിട്ടാണ് ആ പെർഫ്യൂം ഉപയോഗിച്ചിരിക്കുന്നത്. ആ പെർഫ്യൂമിൽ ഈ വിഷം കൃത്യമായിട്ടുണ്ടായിരുന്നു. എഡ്വിൻ ഹമ്മർ സ്വിൻഡനിലെ ഏറ്റവും പ്രമുഖനായ ലീഡറാണ്, ബിസിനസ് മാഗ്നറ്റ് ആണ്. ഒരുപാട് മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വലിയൊരു മാഗ്നറ്റ് തന്നെയാണ് ഹമ്മർ കുടുംബത്തിന്റെ തലവനായ എഡ്വിൻ ഹമ്മർ. എഡ്വിൻ ഹമ്മറുടെ കുടുംബത്തിന് ഒപ്പം ചേർന്ന് നിൽക്കാൻ കപ്പാസിറ്റി ഉള്ള കുടുംബം തന്നെയാണ് ഹാർമൺ കുടുംബം. ഇതിൽ ഏറ്റവും പ്രമുഖമായ കുടുംബം ഹമ്മർ കുടുംബമാണ്. ആ ഹമ്മർ കുടുംബത്തിന്റെ തലവനായ എഡ്വിൻ ഹമ്മർ നടത്തിയ ഒരു മീറ്റിംഗിൽ വെച്ചാണ് നടാഷയ്ക്ക് വിഷബാധ ഏറ്റിരിക്കുന്നത്. അത് എഡ്വിൻ ഹമ്മർ അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ? അതാണ് ചോദ്യം. അതിനെക്കുറിച്ച് റൂത്ത് ഡസ്റ്റിനോട് സംശയം ചോദിച്ചപ്പോൾ ഡസ്റ്റി പറഞ്ഞു, അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, നിങ്ങൾക്കാണ് ഹമ്മർ കുടുംബവുമായി ബന്ധമുള്ളത്. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, നടാഷയെയും നടാഷയുടെ ഗ്രാൻഡ് ഫാദറെയും ലക്ഷ്യമിട്ടവർ ഉറപ്പായും ഇനിയും നിങ്ങൾ ലക്ഷ്യമിടും. ഓക്കെ, അതെന്തും ആവട്ടെ. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞിട്ട് ഡസ്റ്റിൻ എണീറ്റു. ഡസ്റ്റിൻ എണീറ്റതും നടാഷ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, ഞാനൊരു സമ്മാനം തരാം, വാങ്ങാതെ പോകരുത്. സമ്മാനം ഒന്നും വേണ്ട എന്ന് ഡസ്റ്റിൻ റിയാസ് പറഞ്ഞെങ്കിലും നടാഷ ഒരു കേസ് കൊണ്ടുവന്ന് ഡസ്റ്റിന് കൊടുത്തു. ആ കേസിനകത്ത് വൈനാ ഉള്ളത്. ആ വൈനുമായി റൂത്തിന്റെ വണ്ടിയിൽ
ഡസ്റ്റിൻ പീസ് മെഡിക്കൽ സെന്ററിലേക്ക് മടങ്ങുമ്പോൾ ഡസ്റ്റിന് ഒരു കോൾ വന്നു. കോളിലെ പേര് കണ്ടതും ഡസ്റ്റിൻ ഫോൺ അറ്റൻഡ് ചെയ്തു. വിളിക്കുന്നത് സാക്ഷാൽ ഹെൻറി നിക്കോൾസൺ ആണ്, ഡാലിയുടെ അച്ഛന്റെ അച്ഛൻ. നിക്കോൾസൺ കുടുംബത്തിൽ എല്ലായ്പ്പോഴും ഡസ്റ്റിനൊപ്പം നിൽക്കുന്ന ഏക വ്യക്തി ഹെൻറി നിക്കോൾസൺ ആണ്. അതുകൊണ്ട് തന്നെ ഹെൻറിയുടെ കോള് കണ്ടതും ഡസ്റ്റിന് സന്തോഷമായി. ഡസ്റ്റിൻ ആ സന്തോഷത്തോടു കൂടി തന്നെ ഗ്രാൻഡ്പയോട് സംസാരിച്ചു തുടങ്ങി. ഹെൻറി ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ നിന്നെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ കരുതിയാ ഞാനിന്ന് വിളിച്ചത്. എന്നാ ഗ്രാൻഡ്പ? ഡസ്റ്റിൻ, ഇന്ന് വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാനേ എന്റെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കുകയാണ്. ഗ്രാൻഡ്പ ഹാപ്പി ബർത്ത്ഡേ. ഏയ് ഡസ്റ്റിൻ, അങ്ങനെ പറഞ്ഞാ പോരാ, ഇന്ന് വീട്ടിലേക്ക് വരണം. ഗ്രാൻഡ്പ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ. ഏയ് ഡസ്റ്റിൻ, അതൊന്നും വേണ്ട, ആ പറച്ചിൽ വേണ്ട. ഡസ്റ്റിൻ, നീ ഉറപ്പായിട്ടും ഉച്ചയ്ക്ക് വീട്ടിൽ വരണം. ഇന്നത്തെ ഉച്ചഭക്ഷണം എന്റെ വീട്ടിൽ നിന്നാണ്. ഹെൻറി നിർബന്ധിച്ചു പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഹെൻറിയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് ചെല്ലാമെന്ന് ഏറ്റു. ഹെൻറിയുടെ ആവശ്യം നിരസിക്കുവാൻ ഡസ്റ്റിന് പറ്റില്ല. ഡസ്റ്റിനും ഹെൻറിയും തമ്മിൽ ഒരു നല്ല കെമിസ്ട്രിയാണ്. എന്തായാലും ഉച്ചയായപ്പോ ഡസ്റ്റിൻ നിക്കോൾസൺ കുടുംബത്തിലെത്തി. നിക്കോൾസൺ കുടുംബത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഡസ്റ്റിൻ വാഹനം പാർക്ക് ചെയ്തിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഡാലിയ അങ്ങോട്ട് ഇറങ്ങി വന്നു. ഡസ്റ്റിനെ കണ്ടതും ഡാലിയ ഡസ്റ്റിനോട് പറഞ്ഞു, ഡസ്റ്റിൻ, നമ്മുടെ വിവാഹമോചനം ഗ്രാൻഡ്പ അറിഞ്ഞിട്ടില്ല, അതിനെക്കുറിച്ച് എന്തായാലും ഇപ്പോ സംസാരിക്കരുത്. ഡാലിയ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോ ഡസ്റ്റിൻ സമ്മതിച്ചു. ഡസ്റ്റിൻ, പിന്നെ എന്തിനാ എന്നോട് താങ്ക്സ് പറയാത്തെ? ഞാൻ താങ്ക്സ് പറയാനോ? എന്തിനാ ഡാലിയോട് ഞാൻ താങ്ക്സ് പറയുന്നത്? ഡസ്റ്റിന് വേണ്ടിയല്ലേ ഞാൻ ട്രേഡ് ബിൽഡിങ്ങിൽ പോയത്? ഏയ് ഡാലിയ, ഞാൻ നിന്നോട് പറഞ്ഞതാണ് ആ വിഷയത്തിൽ നീ ഇടപെടണ്ട, എന്നിട്ടും നീ കയറി ഇടപെട്ടതാണ്. ഡസ്റ്റിൻ, അതെന്താ, ആ പ്രശ്നം ഞാൻ സോൾവ് ചെയ്തെന്നില്ലേ? എന്റെ സുഹൃത്ത് ക്രിസ് ഉണ്ടായിരുന്നുകൊണ്ട് ആ പ്രശ്നം സോൾവ് ആയി. ഡാലിയ അങ്ങനെ പറഞ്ഞപ്പോ ഡസ്റ്റിൻ ഒരു നിമിഷം നിശബ്ദനായി ഡാലിയ തന്നെ ഒന്ന് നോക്കി പോവുകയാണ്. ക്രിസ് നോളൻ ഇടപെട്ടത് കൊണ്ടാണ് ട്രെവർ സ്പാനറുടെ ട്രേ ബിൽഡിങ്ങിൽ നിന്ന് ഡാലിയയും ഡസ്റ്റിനും രക്ഷപ്പെട്ടതെന്നാണ് ഡാലിയ പറഞ്ഞത്. എന്ത് മറുപടിയാണ് ഡാലിയോട് പറയണമെന്നറിയാതെ ഒരു നിമിഷം ഡാലിയ തന്നെ നോക്കി നിന്നിട്ട് ഡസ്റ്റിൻ ഒന്നും മിണ്ടാതെ വീട്ടിനകത്തേക്ക് കടന്നു. അകത്തേക്ക് കടന്നു വരുന്ന ഡസ്റ്റിനും ഡാലിക്കും പുറമെ അകത്തുള്ളത് ഫ്ലോറൻസും ഹെൻറിയും ജെയിംസും പിന്നെ ക്രിസ് നോളാനുമാണ്. ക്രിസ് നോളനെ അവരാരോ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. ഡസ്റ്റിനെ കണ്ടപ്പോ ഹെൻറിക്ക് ശരിക്കും സന്തോഷം. ആ ഡസ്റ്റിൻ, നീ വന്നല്ലോ, വാ ഇരിക്കും, ഇവിടെ ഇരിക്കും. അങ്ങനെ ക്ഷണിച്ച് ഹെൻറി ഡസ്റ്റിനെ ഹെൻറിയുടെ അടുത്തിരുത്തി. ഈ കാഴ്ച ഹെൻറിക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജെയിംസിന് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല. ജെയിംസിനെ തല്ലി ഹോസ്പിറ്റലാക്കിയ വ്യക്തിയാണ് ഡസ്റ്റിൻ റിയാസ്. ആ ഡസ്റ്റിനെയാണ് അവന്റെ ഗ്രാൻഡ്പ ഇതാ സ്നേഹപൂർവ്വം ക്ഷണിച്ച് കൂടെ ഇരുത്തുന്നത്. അവന്റെ ഗ്രാൻഡ്പയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രം അവൻ ഹെൻറിയുടെ ആ ആക്ഷന് എതിരായി ഒന്നും മിണ്ടാതെ അത് കണ്ടുകൊണ്ടിരുന്നു. ഡസ്റ്റിൻ ഹെൻറിയുടെ അടുത്തു നിന്നിരുന്നപ്പോ ഹെൻറി സ്നേഹപൂർവ്വം ഡസ്റ്റിനോട് വിശേഷങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങിയാണ്. ഈ സമയത്ത് ജെയിംസ് ഹെൻറിയോട് പറഞ്ഞു, ഗ്രാൻഡ്പ, എന്റെ സുഹൃത്ത് ക്രിസ് നോളൻ അങ്ങേക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ക്രിസ് നോളൻ കൊണ്ടുവന്ന ഒരു കുപ്പി വൈൻ ജെയിംസ് ഹെൻറിക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ശരിക്കും പഴക്കമുള്ള ഒരു കുപ്പി വൈൻ. അതാണ് ഹെൻറിയുടെ മുൻപിലേക്ക് നീക്കി വെച്ചത്. ആ വൈൻ കുപ്പിയിലേക്ക് നോക്കിയ ഹെൻറി ചോദിച്ചു, ഏയ് ജെയിംസ്, ഇതിന് ഒരുപാട് വിലയാവില്ലേ? ഹെൻറിയുടെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ക്രിസ് നോളനാണ്. ഗ്രാൻഡ്പ, അതിന് വലിയ വിലയൊന്നുമില്ല, ജസ്റ്റ് 50,000 അത്രയേ ഉള്ളൂ. $50,000 വിലയുള്ള ഒരു കുപ്പി വൈനാണ് അവിടെ ഇരിക്കുന്നത്. സാധാരണഗതിയിൽ സ്വീഡനിലെ ഒരു ശരാശരി ജോലിക്കാരന് ഒരു വർഷം ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതിയാണ് ആ ഒരു കുപ്പി വൈൻ്റെ വില. സങ്കല്പിക്കാനാവാത്ത ഒരു വില. $50,000 ആ വൈൻ്റെ വിലയെന്ന് കേട്ടപ്പോ ഫ്ലോറൻസ് അമ്പരപ്പെടുകൂടി ആ വൈൻ കുപ്പിയിൽ ഒന്ന് തൊട്ടു നോക്കുകയാണ്. അവൾ ആദ്യമായിട്ടാണ് അത്രയും വിലപിടിപ്പുള്ള ഒരു വൈൻ കാണുന്നത് തന്നെ. ഗ്രാൻഡ്പ, ക്രിസ് ജെയിംസിന് സുഹൃത്തായത് എന്തുകൊണ്ട് നന്നായതേ? ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലൊരു വൈൻ കിട്ടുമായിരുന്നു. ജെയിംസും ഫ്ലോറൻസും കൂടി ക്രിസിനെ ഇങ്ങനെ അടിച്ചു പുകഴ്ത്താൻ തുടങ്ങി. അവർ രണ്ടുപേരും കൂടി ക്രിസിനെ ഇങ്ങനെ അടിച്ചു പുകഴ്ത്തപ്പോ ക്രിസിന് ഒരു സന്തോഷം വരുന്നുണ്ട്. ക്രിസ് ഒളി കണ്ടിട്ട് ഡസ്റ്റിനെ നോക്കി. അത് ജെയിംസ് കണ്ടു. ജെയിംസ് ഉടൻ ഡസ്റ്റിനോട് ചോദിച്ചു, ഏയ് ഡസ്റ്റിൻ, നീ എന്താ കൊണ്ടുവന്നത് ഗ്രാൻഡ്പയ്ക്ക്? ജെയിംസ് അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ അവൻ കൊണ്ടുവന്ന വൈൻ അവന്റെ കോട്ടിൽ നിന്നെടുത്ത് ഹെൻറിയുടെ മുന്നിലേക്ക് വെച്ചു. ആ വൈൻ കുപ്പിയിലേക്ക് നോക്കിയ ഹെൻറിയുടെ മുഖത്ത് ഒരു പ്രകാശം ഉണ്ടായി. ഏയ്, ഇത് ഹാൻഡ് മെയ്ഡ് വൈനാണല്ലോ, ഇത് കൊള്ളാലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഹെൻറി ആ കുപ്പിയിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുകയാണ്. അങ്ങനെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം ഹെൻറി ആ കുപ്പിയുടെ അടപ്പ് പൊട്ടിച്ച് ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വൈൻ ഒഴിച്ചു. ഹെൻറി വളരെ സന്തോഷത്തോടു കൂടി ഗ്ലാസ്സിലേക്ക് വൈൻ പകരുന്നത് ജെയിംസും ക്രിസും ഫ്ലോറൻസും ഒക്കെ കണ്ടു. ഹെൻറിയുടെ മുന്നിൽ ഇപ്പൊ 2 കുപ്പി വൈനായി എത്തിയത്. ഒന്ന് ക്രിസ് നോളൻ വെച്ചതും മറ്റത് ഡസ്റ്റിൻ വെച്ചതും.
ഡസ്റ്റിൻ വെച്ച വൈനാണ് ഹെൻറി പൊട്ടിച്ചതും ഗ്ലാസ്സിലേക്ക് പകർന്നത്. ക്രിസ്നോളാന്റെ ആ $50,000 വിലപിടിപ്പുള്ള ആ വൈൻ തൊട്ടുപോലും ഹെൻറി നോക്കിയിട്ടില്ല. അതിന് പ്രാധാന്യം കൊടുക്കാതെ ഡസ്റ്റിന്റെ വൈന് പ്രാധാന്യം കൊടുത്തതിൽ ഒരു അസംതൃപ്തി സ്വാഭാവികമായിട്ടും ജെയിംസിനും ഫ്ലോറൻസിനും ഉണ്ട്. ഹെൻറി ആ ഗ്ലാസ് കയ്യിലെടുത്തതും ജെയിംസ് ഹെൻറിയോട് പറഞ്ഞു, ഗ്രാൻഡ്പാ കുടിക്കരുത്. എന്താ അങ്ങനെ ചോദിച്ചത്? ഹെൻറി ആ ഗ്ലാസ് താഴെ വെച്ചു, മേശപ്പുറത്തേക്ക്. ഗ്രാൻഡ്പാ, ഈ ഹാൻഡ് മെയ്ഡ് വൈൻ്റെ നിറം ശരിക്കും വൈറ്റ് ആയിട്ടല്ലേ വരേണ്ടത്? ഇവിടെ നോക്കി, കുറച്ച് മഞ്ഞയായിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ഇത് കുഴപ്പമുണ്ടെന്നാണ്. പോയിസൺഡ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. വിഷം കലർത്തിയ വൈനാണ് ഡസ്റ്റിൻ അവിടെ കൊണ്ടുവന്നതെന്നാണ് ജെയിംസ് പെട്ടെന്ന് പറഞ്ഞത്. അത് കേട്ടതും ഫ്ലോറൻസ് ചാടി എണീറ്റു. നീ എന്തായി കാണിക്കുന്ന? അച്ഛനെ കൊല്ലാൻ വേണ്ടിയാണോ നീ വൈനുമായിട്ട് എത്തിയത്? ഇടാ, നിന്നെ ഞങ്ങൾ ആരും ഇങ്ങനെ കരുതിയിട്ടില്ല. ഫ്ലോറൻസിന്റെ വാചകം കേട്ടതും ക്രിസും പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, എന്തായി കാണിച്ചത്? ഡസ്റ്റിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. എത്ര വൈൻ കുപ്പി ആണെങ്കിലും ഞാൻ തരുമായിരുന്നല്ലോ. ഡാലിയ നിക്കോൾസൺ ഒഴികെ ഹെൻറിക്ക് ചുറ്റുമുള്ള ആളുകൾ വളഞ്ഞിട്ട് ഡസ്റ്റിനെ ആക്രമിക്കുകയാണ് വാക്കുകൾ കൊണ്ട്. ഡാലിയ പക്ഷേ നിശബ്ദയാണ്. ഡസ്റ്റിൻ റിയാസ് എന്ത് ചെയ്യും എന്ത് ചെയ്യില്ല എന്നതിനെ കുറിച്ച് ഡാലിക്ക് നല്ല നിശ്ചയമാണ്. ഡസ്റ്റിൻ ഒരിക്കലും ഹെൻറിക്ക് വിഷം കൊണ്ട് കൊടുക്കില്ലെന്ന് ഡാലിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പോ അവളുടെ കൺമുമ്പിൽ ആ വെളുത്ത നിറത്തിൽ ഇരിക്കേണ്ട ഗ്ലാസിന്റെ വൈൻ മഞ്ഞ നിറത്തിലേക്ക് മാറിയതിന്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഡാലിയ ലേശ കൺഫ്യൂസ്ഡ് ആണ്. ഒരു ഉത്തരത്തിലേക്ക് അവൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. അവൾ അമ്പരപ്പോടുകൂടി ആ വൈൻ ഗ്ലാസ്സിലേക്കും ഡസ്റ്റിനിലേക്കും അവിടെ ഇരിക്കുന്ന മറ്റാളുകളിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആ മുറിയിലേക്ക് ഒരാൾ കൂടി കടന്നു വന്നു. ഡാലിയുടെ അച്ഛൻ ജോൺ നിക്കോൾസൺ ആണ് ആ സമയത്ത് അകത്തേക്ക് വന്നത്. അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ജോൺ കടന്നു വരുന്നത്. ജോൺ ആ ടേബിളിന്റെ അടുത്ത് എത്തിയപ്പോ സകലരും ജോൺ തിരിഞ്ഞു. ജോൺ, ഇത് കണ്ട, ഡസ്റ്റിൻ ഡാഡിയെ കൊല്ലാൻ വേണ്ടി വൈനിൽ വിഷം കലർത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫ്ലോറൻസ് മേശപ്പുറത്തിരിക്കുന്ന ആ ഗ്ലാസ്സിലേക്ക് വിരൽ ചൂണ്ടി. ഈ സമയത്ത് ടേബിളിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞ ജോൺ ആ ഗ്ലാസ് കണ്ടു. ഇതിലാണോ വിഷം കലർത്തിയത്? അങ്ങനെ ചോദിച്ചുകൊണ്ട് ജോണ് ആ മേശപ്പുറത്തിരുന്ന ആ ഗ്ലാസ് വൈൻ കയ്യിലെടുത്തു. ജോണ് ആ വൈൻ കയ്യിലെടുത്ത് കണ്ടതും ജെയിംസ് ജോണിനോട് പറഞ്ഞു, പപ്പ, അതിലാ വിഷം. അത് ശരി, ഇത് വിഷമാണല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ജോൺ ആ ഗ്ലാസ്സിലെ വൈൻ അയാളുടെ വായിലേക്ക് കമഴ്ത്തി. ഒറ്റ വലിക്ക് അയാളുടെ വൈൻ മുഴുവൻ കുടിച്ചു തീർത്തു. അടിപൊളി വിഷം, ഞാനൊരു ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇത്ര നല്ലൊരു വിഷം കഴിക്കുന്നത്. ജോൺ വളരെ രസമായിട്ട് ആ വാചകം പറഞ്ഞപ്പോ ആ ഹാളിലുള്ള ഡാലിയും ക്രിസും ഫ്ലോറൻസും അതുപോലെ ജെയിംസും ഒക്കെ വളരെ അമ്പരപ്പോട് കൂടി ജോണിനെ തന്നെ അങ്ങനെ നോക്കുകയാണ്. ഏയ് ജോൺ, എന്തായി കാണിച്ചേ? അത് വിഷമാണ്. ഫ്ലോറൻസിന്റെ വായിന്ന് ആ വാചകം വീണതും ജോൺ ഒന്ന് ചിരിച്ചു. ഇടേ, നിനക്ക് നല്ല വൈൻ എന്താണെന്ന് അറിയാവോ? ഈ വൈൻ കണ്ട, ഇത് 1920 ഉണ്ടാക്കിയ വൈനാണ്. 100 കൊല്ലമായി ഈ വൈൻ ഉണ്ടാക്കിയിട്ട്. ഈ വൈൻ്റെ വില എത്രയെന്ന് എനിക്ക് അറിയാവോ? ഇതിന് മിനിമം $2 മില്യൺ ആവും. $50,000 വിലയുള്ള വൈൻ കുപ്പിയുമായി വന്ന് ഷൈൻ ചെയ്യാൻ ശ്രമിച്ച ക്രിസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ഡയലോഗാണ് ജോൺ അവിടെ പറഞ്ഞത്. $20 ലക്ഷം വിലയുള്ള വൈൻ, അതാണ് ഡസ്റ്റിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഡസ്റ്റിൻ ഒരു ജീവിതം കൊണ്ട് അധ്വാനിച്ചപ്പോലും അത്രയും പണം ഉണ്ടാക്കാൻ പറ്റില്ല. അക്കാര്യം അവിടെ ഇരിക്കുന്ന സകലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ജെയിംസ് അമ്പരപ്പോടുകൂടി ജോണിനെ ഒന്ന് നോക്കിയിട്ട് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, നീ ഇത് മോഷ്ടിച്ചതാണല്ലേ? ജെയിംസിന്റെ ചോദ്യം കേട്ടതും ഫ്ലോറൻസ് പൊട്ടിത്തെറിച്ചു. കള്ള, നീ മോഷണം തുടങ്ങിയല്ലേ? ഫ്ലോറൻസിന്റെ വാചകത്തിന് സ്വാഭാവികമായി ക്രിസിന്റെ ഒരു പിന്തുണ ഉണ്ടായി. ഡസ്റ്റിൻ, മോഷണമൊക്കെ ഈ പ്രായത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ? ഈ സമയം വരെ നിശബ്ദയായിരുന്ന ഡാലിയ നിക്കോൾസൺ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഇത് എവിടെ നിന്നാ കിട്ടിയേ? ഡാലിയ അങ്ങനെ ചോദിച്ചതും ഡസ്റ്റിൻ ഡാലിയോട് പറഞ്ഞു, ഇതെന്റെ ഒരു സുഹൃത്ത് എനിക്ക് സമ്മാനമായി തന്നതാണ്. $20 ലക്ഷം വിലയുള്ള വൈൻ സമ്മാനമായി ഡസ്റ്റിന് കിട്ടണമെങ്കിൽ ഡസ്റ്റിന് ആ ശൈലിയിൽ പണമുള്ള ഒരു സുഹൃത്ത് ഉണ്ടാവണം. ഡാലിയുടെ അറിവിൽ ഡസ്റ്റിന് അങ്ങനെയുള്ള പരിചയക്കാർ ഒന്നുമേ ഇല്ല. ആ കാര്യം ഡാലിക്ക് മാത്രമല്ല, ഫ്ലോറൻസിനും ജെയിംസിനും ഒക്കെ അറിയാം, ക്രിസിനും അറിയാം. ഡസ്റ്റിൻ അവർക്കൊക്കെ അറിയാവുന്ന കക്ഷിയാണ്. എപ്പോഴും ഡാലിയുടെ നിഴൽ പോലെ കാണുന്ന കക്ഷിയാണ്. ആ ഡസ്റ്റിൻ റിയാസിന് എങ്ങനെയാ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുന്ന ഒരു പരിചയക്കാരൻ ഉണ്ടാവുക? സകലരും ഡസ്റ്റിനെ കളിയാക്കി തുടങ്ങിയതും ഹെൻറി അവരോട് പറഞ്ഞു, നിശബ്ദരായിരിക്കെ, എനിക്കെന്തായാലും ഈ വൈൻ ഇഷ്ടപ്പെട്ടു, എനിക്ക് ഡസ്റ്റിനെ അറിയാം, നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കേ. ഹെൻറി ഇടപെട്ടോടുകൂടി പെട്ടെന്ന് ആ രംഗം ശാന്തമായി. പെട്ടെന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന പരിപാടിയിലേക്ക് കടന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം എല്ലാവരും വീണ്ടും ടേബിളിനടുത്ത് എത്തിയതും ക്രിസ്നോളാൻ
എല്ലാവരോടായി പറഞ്ഞു, എനിക്ക് ഒരു കാര്യം നിങ്ങളോടൊക്കെ പറയാനുണ്ട്. എല്ലാവരും കൗതുകത്തോടുകൂടി ക്രിസ് നോളനെ നോക്കുമ്പോൾ ക്രിസ് നോളൻ പറഞ്ഞു, ഞങ്ങളുടെ നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകാൻ പോവുകയാണ്. അത് കൊള്ളാലോ. എല്ലാവരും ഇവിടുന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു. നോളൻ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് വീണ്ടും അവരോട് പറഞ്ഞു, ഞങ്ങൾ പബ്ലിക് ആകുന്നതിന് മുമ്പ് കുറച്ച് ഷെയർ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാന്ന് വിചാരിക്കുകയാണ്. തികച്ചും ഞെട്ടിപ്പിക്കുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് ക്രിസ് നോളൻ നടത്തിയിരിക്കുന്നത്. അറിയപ്പെടുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് നോളൻ ഫാർമസ്യൂട്ടിക്കൽസ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരുടേത് മാർക്കറ്റിലുണ്ട്. ആ കമ്പനിയുടെ ഷെയർ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നാണ് ഇപ്പോൾ നോളൻ പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ആ കമ്പനി പബ്ലിക് ആകാൻ പോവുകയാണ്. പബ്ലിക് ആകുന്നതിന് മുമ്പ് ഷെയർ കയ്യിലുണ്ടായിരുന്നാൽ പബ്ലിക് ആകുമ്പോൾ ശരിക്കും വില കിട്ടും. ആ കാര്യം ഷെയറുമായി ഇടപെടുന്ന ആൾക്കാർക്ക് അറിയാം. ക്രിസ് നോളന്റെ ആ അനൗൺസ്മെന്റ് കേട്ടതും സകലരും കൗതുകത്തോടെ ക്രിസിന് നോക്കുമ്പോഴാണ് ക്രിസ് അടുത്ത കാര്യം പറഞ്ഞത്. ഞാൻ ഈ ഷെയർ പുറത്ത് അനൗൺസ് ചെയ്തതിന് മുമ്പ് നമുക്ക് വേണ്ടപ്പെട്ട ആളുകളോട് വേണമെന്ന് ചോദിക്കണമല്ലോ, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ക്രിസിന്റെ ആ അനൗൺസ്മെന്റ് കേട്ടതും ജെയിംസ് ഉടക്കെ പറഞ്ഞു, എനിക്ക് വേണം, ഞാനൊരു $8 മില്യൺ മുടക്കാം. ജെയിംസിന്റെ ഇതുവരെയുള്ള മുഴുവൻ സമ്പാദ്യം കൂടി ചേരുമ്പോഴാണ് $8 മില്യൺ ആകുന്നത്. അത്രയും പണവും അവൻ നോളൻ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഷെയർ വാങ്ങാൻ വേണ്ടി മുടക്കാമെന്ന് പറഞ്ഞതും ഫ്ലോറൻസ് പറഞ്ഞു, ഞാനും മുടക്കാം $5 മില്യൺ. ഹെൻറിയും ഏറ്റു, ജോണും ഏറ്റു. അത്രയും ആളുകൾ അത് ഏറ്റു കഴിഞ്ഞതും ക്രിസ് ഡാലിയ നിക്കോൾസിന് നേരെ തിരിഞ്ഞു. ഡാലിയ, നിനക്ക് ഞങ്ങളുടെ ഷെയർ വാങ്ങാൻ താല്പര്യമില്ലേ? ക്രിസ് നോളന്റെ ചോദ്യം കേട്ടപ്പോ ഡാലിയ ക്രിസിനോട് പറഞ്ഞു, ക്രിസ്, ഞാനേ എന്റെ കമ്പനിയുടെ പണം ഇപ്പോ പുതിയ ഇൻവെസ്റ്റ്മെന്റിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ഞങ്ങള് ഹാർമൺ കുടുംബവുമായിട്ട് ഒരു ടൈപ്പ് ആവുകയാണല്ലോ. ക്രിസിന് അറിയാമല്ലോ ആ കാര്യം. അവിടെ ഒരുപാട് ഫണ്ട് വേണ്ടി വരും. അതുകൊണ്ട് ഫണ്ട് ഡൈവേർട്ട് ചെയ്യാൻ എനിക്കിപ്പം ലേശ ബുദ്ധിമുട്ടുണ്ട്. ഡാലിയ, അങ്ങനെ പറഞ്ഞു ഒഴിയാതെ കുറച്ച് ഷെയറെങ്കിലും വാങ്ങിച്ചിട്. പബ്ലിക് ആയി കഴിയുമ്പോൾ ഒരുപാട് റിട്ടേൺ കിട്ടുന്നതല്ലേ. ഡാലിയെ നിർബന്ധിക്കാനായി ക്രിസ് നോളൻ ശ്രമിച്ചപ്പോ ഡാലിയ പിന്നെയും പറഞ്ഞു ഒഴിയുകയാണ്. ഡാലിയ ഒഴിയുന്നത് കണ്ടതും ജെയിംസും ഫ്ലോറൻസ് കൂടി ഡാലിയ നിർബന്ധിച്ചു. ഡാലിയ, ഇതൊരു വല്ലാത്ത അവസരമാണ്, ശരിക്കും വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. സത്യത്തിൽ ലോട്ടറിയാണ് നമുക്ക് അടിക്കുന്നത്. നീ ഇപ്പൊ പണം മുടക്കില്ലെങ്കിൽ പിന്നീട് നീ സങ്കടപ്പെടും. അത് കേട്ടത് ക്രിസ് നോളൻ പറഞ്ഞു, ഡാലിയ, ഹാർമൺ കുടുംബത്തിന്റെ ബിസിനസ്സിൽ ഡാലിക്ക് അധികം പണമൊന്നും മുടക്കേണ്ടി വരില്ല. ഇൻവെസ്റ്റ്മെന്റ് അവരല്ലേ ചെയ്യുക. അങ്ങനെയല്ല ക്രിസ്, ഞാനിവിടെ പണം മുടക്കിയാലേ എനിക്ക് അതിനകത്ത് വോയിസ് ഉണ്ടാവും. ഡാലിയ അവൾ ചെയ്യാൻ പോകുന്ന പാർട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. ഒരു പണവും മുടക്കാതെ ഒരു പാർട്ട്ണറായി നിന്നാൽ നാളെ അത് പണിയാകുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. ഡാലിയ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ ശ്രമിച്ചതും ക്രിസ് നോളന്റെ കണ്ണുകൾ ഡസ്റ്റിനിലേക്ക് തിരിഞ്ഞു. ഡസ്റ്റിൻ, എന്തു പറയുന്നു? കുറച്ച് ഷെയർ വാങ്ങുന്നോ? ക്രിസ് നോളന്റെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അതെന്താ ഡസ്റ്റിൻ, കയ്യില് ഡോളറൊന്നും ഇല്ലേ? ഡസ്റ്റിൻ, കുറച്ചെങ്കിലും വാങ്ങിച്ചത് നല്ലതല്ലേ? അതുകൊണ്ടല്ല, പൊളിയാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഷെയർ ഞാനെന്തിനാ വാങ്ങുന്നത്? ഡസ്റ്റിന്റെ വാചകം ശരിക്കും ഒരു ഞെട്ടൽ അവിടെ ഉണ്ടാക്കി. ക്രിസ് അറിയാതെ ഒന്ന് കിടുങ്ങി പോവുകയാണ്. ഡസ്റ്റിൻ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞത് വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. പൊളിയാൻ പോകുന്ന ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോ ഡസ്റ്റിൻ റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ ക്ലിയർ ആണ്, വ്യക്തമാണ്. ഡസ്റ്റിൻ റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ട് ക്രിസിനെ ഞെട്ടിപ്പിക്കുമ്പോൾ ജെയിംസിനെയും ഫ്ലോറൻസിനെയും ശരിക്കും ദേഷ്യം പിടിപ്പിക്കുകയാണ്. ഫ്ലോറൻസ് ഏതാണ്ട് പൊട്ടിത്തെറിച്ച പോലെ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, എന്ത് അനാവശ്യമായി പറയുന്ന? പൊളിയാൻ പോകുന്ന കമ്പനിയോ? എന്തെങ്കിലും വിളിച്ചു പറയുകയാണോ? ഫ്ലോറൻസ് അങ്ങനെ ചൂടായതും ഒരു ധൈര്യം ക്രിസിന് കിട്ടി. ഡസ്റ്റിൻ, എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? എന്തിനാ ഞങ്ങളുടെ കമ്പനി അപമാനിച്ചത്? അത് കേട്ടതും ഡസ്റ്റിൻ ക്രിസ് നോളനോട് പറഞ്ഞു, നിങ്ങളുടെ നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് ഇലീഗലായി വിൽക്കുന്ന മരുന്നുകളെ കുറിച്ച് ഒരു അന്വേഷണം നടക്കുകയാണ്. ആ അന്വേഷണം കഴിയുമ്പോൾ നിങ്ങളുടെ കമ്പനി നിയമപരമായി നിരോധിക്കപ്പെടും. അത് പൂട്ടും. സ്വാഭാവികമായിട്ടും അതിൽ പണം മുടക്കുന്ന ആൾക്കാർക്ക് അവരുടെ പണവും നഷ്ടമാകും. അങ്ങനെ ഇരിക്കെ ഞാൻ അതിനകത്ത് പണം മുടക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞതിൽ വേറെ തെറ്റൊന്നുമില്ലല്ലോ. ഒരു ബോംബ് വീണാലുള്ള നിശബ്ദതയാണ് പെട്ടെന്നുണ്ടായത്. ശരിക്കും ആ ഹാളിനകത്തുള്ള ആ ചെറിയ കുടുംബം ഒന്ന് ഞെട്ടിയിരിക്കുകയാണ്. നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് സ്വിൻഡനിലെ അറിയപ്പെടുന്ന ഒരു മരുന്ന് ഉൽപാദന വിതരണ സംവിധാനമാണ്. ഒരുപാട് ഔട്ട്ലെറ്റുകൾ അവർക്കുണ്ട്, ഒരുപാട് ഫാക്ടറികളുണ്ട്, ഒരുപാട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് നോളൻ ഫാർമസ്യൂട്ടിക്കൽസ്. ആ നോളൻ ഫാർമസ്യൂട്ടിക്കൽസ് നിയമവിരുദ്ധമായ മരുന്നുകൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു എന്ന്
പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ അന്വേഷണം നടക്കുന്നു എന്നാണ് ഡസ്റ്റിൻ സൂചിപ്പിച്ചിരിക്കുന്നത്. വിശ്വസിക്കാനാവാത്തൊരു വാർത്ത. പെട്ടെന്ന് ക്രിസ് ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ എന്തായി പറയുന്നത്? ക്രിസിന്റെ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ ക്രിസിനോട് പറഞ്ഞു, ക്രിസ്, നീ അഭിനയിക്കുന്നു വേണ്ട. നിനക്കറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്. നിന്റെ സ്ഥാപനത്തിനെതിരെ അന്വേഷണം നടക്കുന്ന കാര്യം നിനക്കറിയാം. നീ അത് മറച്ചു വെച്ചിട്ട് അഭിനയിക്കുന്നു വേണ്ട. ക്രിസിനെ ഏതാണ്ട് ബൗൾഡ് ആക്കിയതുപോലുള്ള ഒരു മറുപടിയാണ് ഡസ്റ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ക്രിസ് എന്തു പറയണമെന്നറിയാതെ ഏതാണ്ട് അന്തവിട്ട് നിൽക്കുമ്പോൾ ജെയിംസ് ക്രിസിന്റെ രക്ഷയ്ക്കെത്തി. ഡസ്റ്റിൻ, നീ പറഞ്ഞതിന് എന്താണ് തെളിവ്? ഫ്ലോറൻസ് കൂടെ ചോദിച്ചു. അതെ, എന്താ തെളിവ്? ആരോപണം ഉന്നയിക്കാൻ ആർക്കും പറ്റും, എന്താ തെളിവ്? ആ ചോദ്യം കേട്ടതും ഡാലിയ നിക്കോൾസനും ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, സത്യത്തിൽ എന്താ തെളിവുള്ളത്? ഫ്ലോറൻസും ജെയിംസും ചോദിച്ച അതേ ചോദ്യമാണ് ഇപ്പോ ഡാലിയും ചോദിച്ചത്. ഡസ്റ്റിൻ ഡാലിയുടെ നേരെ തിരിഞ്ഞിട്ട് ഡാലിയോടായി പറഞ്ഞു, ഇപ്പോ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. നോളൻ ഫാർമസ്യൂട്ടിക്കൽസിനെതിരെ അന്വേഷണം നടക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ആ കമ്പനി പാപ്പരാകും. വ്യക്തമായ ഒരു പ്രസ്താവനയാണ് ഇപ്പോ ഡസ്റ്റിൻ നടത്തിയിരിക്കുന്നത്. ഡസ്റ്റിൻ അങ്ങനെ പറഞ്ഞതും ഡാലിയ ഒന്നുകൂടി ചോദിച്ചു, ഡസ്റ്റിൻ, തെളിവ് കയ്യിലില്ലാതെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണ്? ഡാലിയ നിക്കോൾസന്റെ ചോദ്യം ആ ഗ്രൂപ്പിനകത്ത് പെട്ടെന്ന് ഒരു ആവേശം ഉണ്ടാക്കി. ഫ്ലോറൻസും ജെയിംസും ഡാലിയുടെ ചോദ്യത്തിനെ ഏറ്റുപിടിച്ചുകൊണ്ട് ഡസ്റ്റിനോട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. തെളിവ് എവിടെ? തെളിവ് എവിടെ? തെളിവില്ലാതെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയാണോ എന്ന് ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോ ഡസ്റ്റിൻ അവരോടായി പറഞ്ഞു, നോക്ക്, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. എനിക്ക് നോളൻ ഫാർമസ്യൂട്ടിക്കൽസിൽ പണം നിക്ഷേപിക്കാൻ താല്പര്യമില്ല. അതിന്റെ കാരണം ഞാൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. ഞാൻ ഒരു എതിരഭിപ്രായം പറയുന്നില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൻ ഹെൻറിയോട് യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തിറങ്ങി. ഈ സംഭവം കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോ ക്യൂരിയൻ ഗ്രൂപ്പിന്റെ സിയുടെ മുറിയിലേക്ക് കടന്നു വന്ന ലൈറ ഡാലിയ നിക്കോൾസിനോട് പറഞ്ഞു, ഡാലിയ, ഒരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? ഡാലിയ, ആ ട്രേ ഗ്രൂപ്പിലെ ട്രെവർ കൊല്ലപ്പെട്ടു. ട്രെവർ കൊല്ലപ്പെട്ടെന്നോ? അതെ ഡാലിയ, അവിടെ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുകയാണ്. കൂട്ടക്കൊലയോ? അതെ ഡാലിയ, അവിടെ ഉള്ളത് ട്രെവറും ട്രെവറിനൊപ്പമുള്ള എല്ലാ ആളുകളും കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഡാലിയയുടെ സെക്രട്ടറി ഡാലിയോട് പറഞ്ഞത്. ഡാലിയ നിക്കോൾസിന്റെ സെക്രട്ടറി ലൈറ ബ്ലെയിൻ പറഞ്ഞ കാര്യം കേട്ട ഡാലിയ നിക്കോൾസൺ ശരിക്കും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് അവൾ ട്രെവറുടെ ആ ബിൽഡിങ്ങിൽ പോയത്. ട്രെവറുടെ കൺമുമ്പിൽ നിന്ന് അവളെയും ഡസ്റ്റിനെയും സാക്ഷാൽ ഹണ്ടർ ആൻഡേഴ്സനാണ് രക്ഷിച്ചത്. ഹണ്ടർ ആൻഡേഴ്സൺ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായി അവളും ഡസ്റ്റിനും കൊല്ലപ്പെടുമായിരുന്നു. അക്കാര്യം ഡാലിക്ക് 100% ഉറപ്പാണ്. ആ ട്രെവർ സ്പാനർ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. ട്രെവർ സ്പാനർ മാത്രമല്ല, അയാളുടെ ഒപ്പമുള്ള ആളുകളൊക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു കൂട്ടക്കൊല തന്നെ നടന്നു എന്നാണ് ലൈറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അമ്പരപ്പോടെ ലൈറയെ നോക്കിയ ഡാലിയ ലൈറയോട് ചോദിച്ചു, ലൈറ, ഇതിൽ ഡസ്റ്റിന് പങ്കുണ്ടാവൂ? ഡാലിയ, ഞാനും അതാ ആലോചിക്കുന്നത്. ഡസ്റ്റിനെ കുറിച്ച് സ്റ്റണ്ടൊക്കെ ചെയ്യാൻ കഴിയുമെന്നല്ലാതെ ആളുകളെ കൊല്ലാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ട്രെവറിനെ ഡസ്റ്റിന് കൊല്ലാൻ കഴിയുമെന്ന്. സ്വിൻഡനിലെ സൗത്ത് സിറ്റിയിലെ അണ്ടർവേൾഡ് രാജാവാണ് ട്രെവർ സ്പാനർ. അയാള് അണ്ടർവേൾഡ് രാജാവാണെന്ന് മാത്രമല്ല, അയാള് ഒരു റെഗുലർ ബിസിനസ്സുകാരൻ കൂടിയാണ്. ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി റൺ ചെയ്യുന്ന ആളാണ്. വലിയ വലിയ ബിസിനസ്സുകാർക്ക് പണം കടം കൊടുക്കുന്ന ആളാണ്. ഒരുപാട് രാഷ്ട്രീയക്കാരുടെ, ഒരുപാട് ബിസിനസ്സുകാരുടെയൊക്കെ പണം ട്രെവർ വഴിയാണ് കടന്നു പോകുന്നത്. ട്രെവറെ സപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സാക്ഷൽ ഹമ്മറാണ്, എഡ്വിൻ ഹമ്മറാണ്. ആ കാര്യം ഡാലിക്ക് അറിയാം. ആ കാര്യം മനസ്സിലേക്ക് വന്നപ്പോ അവൾ ലൈറയോട് പറഞ്ഞു, ഡസ്റ്റിനാണ് ഇത് ചെയ്തെങ്കിൽ ആകെ പ്രശ്നമാകും. ട്രെവറെ സപ്പോർട്ട് ചെയ്യുന്നത് എഡ്വിൻ ഹമ്മറാണ് ട്രെവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേട്ടതും ലൈറ ഒന്ന് വിറച്ചു. അവള് യഥാർത്ഥത്തിൽ ട്രെവറിന്റെ ഓഫീസിലേക്ക് ഡാലിയ നിക്കോൾസണുമായി ചെന്നപ്പോ പോലും ഈ ശൈലിയിൽ വിറച്ചിട്ടില്ല. ഇപ്പോ അവൾ അറിയാതെ വിറച്ചു പോവുകയാണ്. അവൾക്ക് സങ്കല്പിക്കാനാവാത്ത ഒരു എതിരാളിയാണ് സാക്ഷൽ ഹമ്മർ, എഡ്വിൻ ഹമ്മർ. സ്വിൻഡനിൽ എല്ലാവർക്കും അറിയാം എഡ്വിൻ ഹമ്മറെ. എഡ്വിൻ ഹമ്മർ സ്വിൻഡനിലെ സകല മേഖലയിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അയാളുടെ ഒരു സഹായി മാത്രമായിരുന്നു സാക്ഷാൽ ട്രെവർ സ്പാനർ. ആ ട്രെവർ സ്പാനറെ കൊന്നതിൽ ഡസ്റ്റിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എഡ്വിൻ ഹമ്മർ ഡസ്റ്റിനെ നേരിടും. എഡ്വിൻ ഹമ്മർ ആണ് ട്രെവറുടെ പിന്നിലെന്ന് കേട്ടതും ലൈറ ഡാലിയോട് പറഞ്ഞു, ഡാലിയ, നമ്മളെന്തിനെ പേടിക്കുന്നത്? ഡസ്റ്റിനുമായിട്ട് നമുക്ക് വേറെ ബന്ധമൊന്നുമില്ലല്ലോ. ഡസ്റ്റിനോടല്ലേ എഡ്വിൻ എതിർക്കത്തുള്ളൂ. അതങ്ങനെയല്ല. നമുക്ക് ഈ പ്രശ്നത്തിൽ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കാൻ എഡ്വിന് പെട്ടെന്ന് പറ്റും. ഞാനും നീയും ട്രേ ഗ്രൂപ്പിന്റെ ബിൽഡിങ്ങിൽ പോയിരുന്നു. അത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഡാലിയ നിക്കോൾസിന്റെ വാചകങ്ങൾ ഒരു വിറയിൽ തന്നെ ലൈറയിൽ ഉണ്ടാക്കിയാണ്. ലൈറ ബ്ലെയിനെ
അവൾ ചെന്നുപെട്ടിരിക്കുന്ന അപകടത്തിന്റെ ആഴം ഇപ്പോൾ നന്നായിട്ട് അറിയാം. അവൾ തീർന്നു, ഡാലിയ തീർന്നു, ഡസ്റ്റിൻ തീർന്നു. കാരണം എതിരാളി എഡ്വിൻ ഹമ്മറാണ്. എഡ്വിൻ ഹമ്മറിനെ കുറിച്ച് അവരിങ്ങനെ സംസാരിക്കുമ്പോൾ എഡ്വിൻ ഹമ്മറിന്റെ ഹമ്മർ വസതിയിൽ എഡ്വിന്റെ അടുത്തേക്ക് ഒരാൾ കടന്നു വന്നു. സാർ, ഒരു വിഷയമുണ്ട്. എന്ത് വിഷയം? സാർ, ട്രെവർ കൊല്ലപ്പെട്ടു. ട്രെവർ കൊല്ലപ്പെട്ടെന്നോ? അതെ, ട്രെവർ കൊല്ലപ്പെട്ടു. ഏയ് ലോസൺ, നീ എന്തായി പറയുന്നത്? ട്രെവർ എങ്ങനെ കൊല്ലപ്പെടുക? ട്രെവർ ആരാ കൊന്നേ? എഡ്വിൻ ഹമ്മറിന്റെ വലങ്കയായി ഫീൽഡിൽ പണം കടം കൊടുക്കുകയും ഗുണ്ടാ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ട്രെവർ സ്പാനർ. ട്രെവറെ ഉപയോഗിച്ചാണ് യഥാർത്ഥത്തിൽ പല മേഖലകളിലും എഡ്വിൻ അയാളുടെ സാമ്രാജ്യം ബിൽഡ് ചെയ്ത് തന്നെ. ആ ട്രെവറെ ഒരാൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എഡ്വിൻ ട്രെവറെ മാത്രമല്ല കൊന്നത്, ട്രെവറിന്റെ കൂടെയുള്ള ആളുകളെയും കൊന്നിരിക്കുകയാണ്. ആരാ കൊന്നത്? ട്രെവറിന്റെ മോൻ തന്നെയാണ്. ട്രെവറിന്റെ മോനോ? എഡ്വിഡോ? അല്ല, മറ്റവൻ, ആ മോവൻ. ട്രെവർ സ്പാനറുടെ ഇലീഗൽ സന്തതിയായ മോവൻ സ്പാനറെ കുറിച്ച് എഡ്വിനും അതുപോലെ ലാസനും അറിയാം. മോവൻ സ്പാനറാണ് അവന്റെ അച്ഛനെ കൊന്നിരിക്കുന്നത്. മോവൻ സ്പാനറാണ് ട്രെവറെ കൊന്നത് കേട്ടപ്പോ ഒരു നിമിഷം എഡ്വിൻ ഹമ്മർ നിശബ്ദനായി. അല്പസമയം കഴിഞ്ഞിട്ട് എഡ്വിൻ ലാസനോട് ചോദിച്ചു, ലോസൺ, നിനക്ക് എന്ത് തോന്നുന്നു? അവനെ കൊണ്ട് ഈ കാര്യം ചെയ്യാൻ പറ്റുമോ? എഡ്വിൻ, ഞാനും അതാ ആലോചിച്ചത്. എനിക്ക് ഉറപ്പാണ് ഇത് മോവൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യമല്ല, മറ്റാരോ അവനെ സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എഡ്വിൻ, അതുമാത്രമല്ല, നമ്മൾ ഈ പ്രശ്നത്തിൽ നേരിട്ട് ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. ലാസൺ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? എഡ്വിൻ, നമ്മൾ ഈ പ്രശ്നത്തിൽ ഇടപെട്ടാൽ നമ്മളാണ് ട്രെവറുടെ പിന്നിലെ ശക്തിയെന്ന് എല്ലാവരും അറിയും. ട്രെവറിന്റെ അണ്ടർവേൾഡ് പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പിന്തുണ ഉണ്ടെന്ന് പൊതുജനം അറിയുന്നത് നല്ലതല്ല. അണ്ടർവേൾഡ് പ്രവർത്തനങ്ങളിൽ എഡ്വിൻ ഹമ്മറുടെ ഹമ്മർ ഗ്രൂപ്പിന് ബന്ധമുണ്ടെന്ന് പൊതുജനം അറിയുന്നത് സ്വാഭാവികമായിട്ടും അവരുടെ പല ബിസിനസ് താല്പര്യങ്ങളെയും നെഗറ്റീവായി ബാധിക്കും. അത് എഡ്വിൻ അറിയാം. അതുകൊണ്ടാണ് എഡ്വിൻ ട്രെവറെ വെച്ച് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. ഏയ് ലാസൺ, പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എഡ്വിൻ, ഈ ട്രെവറിന് ഒരു സഹോദരനുണ്ട്. എനിക്കറിയാം, ആ ആർമിയിലുള്ള. അതെ, അയാളിപ്പോ ലഫ്റ്റനന്റാണ്. വെസ്റ്റ് വാർസോണിലാണ് അയാൾ ഉള്ളത്. അയാള് ലേശ കുഴപ്പക്കാരനാണ്. അയാളെ നമുക്ക് രഹസ്യമായി വിവരം അറിയിക്കാം. അയാൾ സ്ഥലത്തെത്തിയാൽ ബാക്കി അയാൾ നോക്കിക്കൊള്ളും. വെസ്റ്റ് വാർസോണിലെ സകലരും ബഹുമാനിക്കുന്ന ലഫ്റ്റനന്റ് ജനറലാണ് ട്രാവിസ് സ്പാനർ. ട്രാവിസ് സ്പാനറിന്റെ ഏക സഹോദരനാണ് കൊല്ലപ്പെട്ട ട്രെവർ സ്പാനർ. ട്രാവിസ് വിവരം അറിഞ്ഞാൽ അയാൾ ഉടൻ തന്നെ സിൻഡറിലേക്ക് എത്തും. ബാക്കി അയാൾ നോക്കിക്കൊള്ളും. എഡ്വിനും ലാസനും ആ കാര്യം ഏകദേശം ധാരണയായി. ട്രാവിസ് സ്പാനറെ രഹസ്യമായി വിവരം അറിയിക്കാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇൻവിറ്റേഷൻ കാർഡ് എഡ്വിനും ലാസറുമായി ആ ബിൽഡിംഗിലേക്ക് വന്നു. ഹാർമൺ ഗ്രൂപ്പിൽ നിന്നാണ് ആ ഇൻവിറ്റേഷൻ കാർഡ് വന്നിരിക്കുന്നത്. ഹാർമൺ ഗ്രൂപ്പും ക്വിനൻ ഗ്രൂപ്പും ചേർന്ന് ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നു. ആ ബിസിനസ് ആരംഭത്തിന്റെ ഇനാഗുറേഷൻ നാളെ രാവിലെ 10 മണിക്ക് നടക്കുകയാണ്. ആ ഇനാഗുറേഷനിലേക്ക് എഡ്വിൻ ഹാമറെയും ലാസനെയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇൻവിറ്റേഷൻ ലെറ്ററാണ് അവിടെ എത്തിയത്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ കണ്ട ലാസനും എഡ്വിനും മുഖത്തോട് മുഖം നോക്കി. എഡ്വിൻ ലാസനോട് ചോദിച്ചു, ഏയ് ലാസൻ, എന്താ ഇത്? ലാസനോട് എഡ്വിൻ അങ്ങനെ ചോദിക്കുമ്പോൾ ലാസനും അതാണ് ആലോചിക്കുന്നത്. ഏയ്, അങ്ങനെ സംഭവിക്കാൻ മാർഗമില്ലല്ലോ. അവൾക്ക് ശരിക്കും വിഷബാധ ഏറ്റതാണ്. ഞാൻ അതിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഏയ് ലാസൻ, ആ നടാഷയെ ഞാൻ നോട്ടമിട്ടിട്ട് കുറെ നാളായി. അവൾ ബിസിനസ്സിൽ എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവളെ എന്റെ കിടക്കയിൽ എത്തിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് നിന്നോട് ഞാൻ കാര്യം ആവശ്യപ്പെട്ടത്. എഡ്വിൻ ഹമ്മറുടെ ആവശ്യപ്രകാരം ലാസൻ ഒരിക്കൽ കെണിയായിരുന്നു ആ പെർഫ്യൂം വെച്ചുള്ള ആ വിഷബാധ. ആ വിഷം ഇപ്പോ നടാഷയുടെ ശരീരത്തിലുണ്ട്. നടാഷയുടെ ശരീരത്തിൽ കടന്നിരിക്കുന്ന ആ വിഷത്തെ പുറത്ത് കളയണമെങ്കിൽ പ്രതിവിഷം വേണം. ആ പ്രതിവിഷം ഗുളിക രൂപത്തിൽ ലാസൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ആ ഗുളികയ്ക്ക് വേണ്ടി ഉറപ്പായും നടാഷ ആള് വിട്ട് തിരക്കുമ്പോൾ ആ ഗുളിക ഇവിടെ ഹമ്മർ ബിൽഡിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നടാഷ ഉറപ്പായും ഹമ്മറുടെ അടുത്തേക്ക് വരും. ആ ഒരു സാഹചര്യം വളരെ ശ്രമപ്പെട്ട് അവർ ഉണ്ടാക്കിയെടുത്തതാണ്. ഇപ്പൊ ഇതാ അതേ നടാഷ നേതൃത്വം കൊടുക്കുന്ന ഹാർമൺ ഗ്രൂപ്പ് ഇനാഗുറേഷൻ നടത്താൻ പോവുകയാണ്. നടാഷ ഇല്ലാതെ ഒരു ഇനാഗുറേഷൻ നടക്കാൻ പോവുകയോ, അല്ലെങ്കിൽ അസുഖബാധിതയായി നടാഷ കിടക്കുമ്പോൾ ഒരു ഇനാഗുറേഷൻ നടക്കുകയോ? ലാസനും അതുപോലെ എഡ്വിനും കൃത്യമായും കാര്യം എന്തെന്ന് മനസ്സിലായിട്ടില്ല. നടാഷ അസുഖബാധിതയായി കാണും എന്ന് അവർക്ക് 100% ഉറപ്പാണ്. നടാഷയെ ഒഴിവാക്കിക്കൊണ്ട് ആരാണ് ഹാർമൺ ഗ്രൂപ്പിന് വേണ്ടി ഈ ഇനാഗുറേഷൻ പരിപാടി നടത്താൻ പോകുന്നത്? നടാഷയുടെ അനിയത്തി റൂത്ത് ആയിരിക്കൂ? അതാ നടാഷയുടെ പിതാവായിരിക്കൂ? അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ആൻഡ്രൂ തന്നെ ആയിരിക്കൂ? പലതരത്തിലുള്ള ചോദ്യങ്ങൾ എഡ്വിന്റെ മനസ്സിലേക്ക് വരികയാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ എഡ്വിന്റെ മനസ്സിലേക്ക് വന്നതും ലാസൻ എഡ്വിനോട് പറഞ്ഞു,
എഡ്വിൻ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നടാഷയ്ക്ക് വിഷമേറ്റിട്ടുണ്ട്. നടാഷയുടെ ശരീരത്തിൽ കയറിയ വിഷം മാറ്റണമെങ്കിൽ അവൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ കയ്യിലുള്ള ആ ആന്റിഡോട്ട് കൂടിയേ തീരും. ഞാൻ ആ ഗുളിക എഡ്വിന് നൽകിയിട്ടുള്ളതാണ്. എഡ്വിൻ അക്കാര്യം അറിയാം. നടാഷ ആ ഗുളികയ്ക്ക് വേണ്ടി പല സ്ഥലത്തും അന്വേഷിക്കുമെന്നും കിട്ടാതെ വരുമ്പോ പതുക്കെ ഹമ്മറുടെ വീട്ടിൽ അത് ഉണ്ടെന്നുള്ള ന്യൂസ് പരത്തണം. ആ ന്യൂസ് സ്വാഭാവികമായിട്ട് ഹാർമൺ കുടുംബം അറിയും. അവർ ആ ഗുളികയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യും. നടാഷയെ രക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും പ്രമുഖമായ കാര്യമായി മാറുമ്പോൾ ഹമ്മർ പറയുന്നിടത്തൊക്കെ ഒപ്പിടുക അല്ലാതെ ഹാർമൺ ഗ്രൂപ്പത്തിന് വേറെ മാർഗം ഉണ്ടാവില്ല. ഹാർമൺ ഗ്രൂപ്പ് പിടിച്ചെടുക്കാൻ വേണ്ടി ഹമ്മർ ഗ്രൂപ്പ് ഒരുക്കുന്ന ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് നടാഷയുടെ അസുഖം. നടാഷയുടെ അസുഖം രണ്ടു തരത്തിൽ എഡ്വിന് ഗുണപ്പെടുമെന്നാണ് എഡ്വിന്റെ വിശ്വാസം. ഒന്ന്, ഹാർമൺ ഗ്രൂപ്പിന്റെ കമ്പനി അയക്ക് കിട്ടും. രണ്ട്, നടാഷയെ തന്നെ ചിലപ്പോൾ അയക്ക് കിട്ടിയേക്കും. നടാഷ അയാളെ മോഹിപ്പിച്ചു തുടങ്ങിയിട്ട് കുറെ നാളുകളായി. അവര് രണ്ടുപേരും കൂടി ഈ കാര്യം സംസാരിക്കുമ്പോൾ ഡാലിയ നിക്കോൾസനും ഇതേ വിഷയം സംസാരിക്കുകയാണ്. ഏയ് ലൈറ, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നാളെ നമ്മുടെ കമ്പനിയും ഹാർമൺ ഗ്രൂപ്പും തമ്മിൽ ടൈപ്പ് ആവുകയില്ലേ? ഹാർമൺ ഗ്രൂപ്പുമായി നമ്മൾ ടൈപ്പായി ആ ഇനാഗോറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും തൊടത്തില്ല. നമ്മളെ പിന്നെ തൊടാൻ ആരായാലും ഒന്ന് മടിക്കും. ഹാർമൺ ഗ്രൂപ്പ് ഹമ്മർ ഗ്രൂപ്പ് പോലെ തന്നെ ഏറ്റവും പ്രമുഖമായ ഗ്രൂപ്പാണല്ലോ. സ്വാഭാവികമായിട്ടും ഹാർമൺ ഗ്രൂപ്പിന്റെ സപ്പോർട്ടുള്ള ക്യുരിൻ ഗ്രൂപ്പിന്റെ ഉടമ ഡാലിയൻ നിക്കോൾസിനെയും അവരോടൊപ്പമുള്ള ആളുകളെയും തൊടാൻ ആരായാലും ഒന്ന് മടിക്കും. ലൈറയ്ക്ക് അത് കേട്ടപ്പോൾ ഒത്തിരി ആശ്വാസമായി. പിറ്റേന്ന് നേരം വെളുത്തു. രാവിലെ 6 മണിയായി. 6 മണി ആയപ്പോൾ അനവധി വാഹനങ്ങൾ സ്പാനറുടെ വീടിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. സാക്ഷാൽ ട്രെവർ സ്പാനറുടെ വീടിന് മുന്നിലേക്ക് വന്നു നിൽക്കുന്ന വാഹനങ്ങളിലൊക്കെ കൊടിയുണ്ട്. വെസ്റ്റ് വാർസോണിന്റെ കൊടി. വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ഒത്തിരിയേറെ പട്ടാളക്കാർ ആ വാഹനങ്ങളിൽ ഉണ്ടെന്ന് വ്യക്തം. ഏറ്റവും മുന്നിൽ വന്ന വാഹനത്തിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി. അയാൾ തൊട്ടു പുറകുള്ള വാഹനത്തിനടുത്ത് വന്നിട്ട് ആ വാഹനത്തിലെ ഡോറ് ഒന്ന് തുറന്നു. അതിൽ നിന്ന് സാക്ഷാൽ ട്രെവർ സ്പാനർ പുറത്തിറങ്ങി. അയാള് ആർമി ഡ്രസ് ധരിച്ചിരിക്കുകയാണ്. സൈനിക വേഷത്തിൽ ട്രെവർ സ്പാനർ പുറത്തിറങ്ങുമ്പോൾ അതൊരു കാഴ്ച തന്നെയാണ്. ആരായാലും ഒന്ന് നോക്കി നിന്നു പോകുന്ന അത്രയും പൊക്കമുള്ള, അത്രയും എടുപ്പുള്ള ഒരു വ്യക്തിയാണ് ട്രെവർ സ്പാനർ. സൈനിക വേഷത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ട്രാവിസ് സ്പാനർ ആ വീട്ടിലേക്ക് കടക്കുന്നത് കണ്ട വീട്ടിലുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി. ഒത്തിരി ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഏറ്റവും മുൻപിൽ തന്നെ വീൽ ചെയറിൽ എഡ്വേർഡ് ഉണ്ട്. എഡ്വേർഡ് സ്പാനർ. അവന്റെ കൈയും കാലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. ദേഹത്തൊക്കെ പരിക്കുണ്ട്. എഡ്വിനെ ഒന്ന് നോക്കിയിട്ട് ട്രാവിസ് അകത്തേക്ക് നടന്നു. അകത്ത് ഗ്ലാസ് കൊണ്ടുള്ള ഒരു പെട്ടിയിൽ ട്രെവർ സ്പാനറെ അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ മൂടിയിട്ടുണ്ട്. ട്രെവർ സ്പാനറുടെ ശവശരീരത്തിലേക്ക് നിർനിമേഷനായി ട്രാവിസ് സ്പാനർ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അയാളുടെ ഏക സഹോദരനാണ് ആ പെട്ടിയിൽ അങ്ങനെ നിശ്ചലനായി ഉറങ്ങുന്നത്. ശത്രുക്കൾ ഭയത്തോടെ മാത്രം കാണുന്ന ട്രാവിസ് സ്പാനറുടെ മുഖത്തേക്ക് പതുക്കെ രക്തം ഇരച്ചു കയറുകയാണ്. ശരിക്കും ഒരു ദേഷ്യം, കോപം അയാളുടെ മുഖത്തുണ്ടാവുകയാണ്. അയാൾ തിരിഞ്ഞ് എഡ്വേർഡിനെ നോക്കി. എഡ്വേർഡ്, ആരാ ഇത് ചെയ്തത്? എങ്കിൽ ആ മേസണാ ഇത് ചെയ്തത്. മേസണോ? അതെങ്കിൽ ആ മേസൺ ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരി, ആരാണെങ്കിലും നമുക്ക് നടപടിയെടുക്കണം. ഇതിന്റെ പിന്നിലുള്ള മുഴുവൻ ആളുകളെയും കണ്ടുപിടിക്കണം. മേസൺ എവിടെയുണ്ട്? എങ്കിൽ മേസനെ കുറിച്ച് ഒരു വിവരവുമില്ല. ശരി, അവൻ എവിടെ ഉണ്ടെങ്കിലും അവനെ കണ്ടുപിടിക്കണം. അങ്ങനെ പറഞ്ഞതിന് ശേഷം ട്രാവിസ് സ്പാനർ മേസനെയും കൂട്ടാളികളെയും കണ്ടുപിടിക്കാനുള്ള നിർദ്ദേശം കൂടെ വന്ന ആളുകൾ കൊടുത്തു. ട്രെവർ സ്പാനറുടെ ശവസംസ്കാരം നടത്തുന്നതിന് മുന്നേ തന്നെ ട്രെവറെ കൊന്ന ആളുകളോട് പ്രതികാരം ചെയ്യണം. അതാണ് ട്രാവിസിന്റെ ലക്ഷ്യം. ട്രാവിസും എഡ്വേർഡും അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ രാവിലെ 8 മണിക്ക് ഒരു റെസ്റ്റോറന്റിൽ നടാഷ ഇരിക്കുകയാണ്. നടാഷ വെയിറ്റ് ചെയ്തിരുന്ന ആള് പെട്ടെന്ന് നടാഷയുടെ മുന്നിലേക്ക് വന്നു. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡസ്റ്റിൻ റയാസ് തന്നെയാണ്. ഡസ്റ്റിനെ കണ്ടപ്പോൾ നടാഷയ്ക്ക് ശരിക്കും സന്തോഷം. ഡസ്റ്റിൻ നടാഷയുടെ അടുത്തുള്ള കസേരയിലിരുന്നു. ഡസ്റ്റിൻ അടുത്തിരുന്നപ്പോ ചുറ്റും നോക്കിയിട്ട് ശബ്ദം താഴ്ത്തി നടാഷ ഡസ്റ്റിനോട് ചോദിച്ചു, ഡസ്റ്റിൻ, ഞാനൊരു കാര്യം അറിയാൻ വേണ്ടിയാ ഡസ്റ്റിനോട് വരാൻ പറഞ്ഞേ. എന്ത് കാര്യം? നടാഷ ചോദിക്കേ. ഡസ്റ്റിൻ, ആ ടവർ കൊല്ലപ്പെട്ടതുമായി ഡസ്റ്റിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹേയ് നടാഷ, ഇതെന്ത് ചോദ്യം? എനിക്കതിനെന്ത് ബന്ധം? ഏയ് ഡസ്റ്റിൻ, ഞാനേ ഒരുപാട് നാളായി ഈ സ്വിൻറ്റനിൽ പലരെയും കാണുന്ന ആളാണ്. ആ ട്രെവറെ കൊലപ്പെടുത്താൻ ഈ സ്വിൻറ്റനിൽ ഒരാൾക്കേ പറ്റൂ. അത് ഡസ്റ്റിനാണ്. ഡസ്റ്റിൻ റിയാസിനെ കുറിച്ചുള്ള നടാഷ ഹാർമണിന്റെ വ്യക്തമായ ഒരു വിലയിരുത്തലാണ് അവൾ സൂചിപ്പിച്ചത്. ഒരുപാട് അണ്ടർവേൾഡ് ഗ്യാങ്ങുകളുള്ള സ്വിൻറ്റനിൽ ട്രെവർ സ്പാനറെ പോലെ ഒരാളെ കൊലപ്പെടുത്തണമെങ്കിൽ ശരിക്കും ശക്തനായ ഒരാൾ തന്നെ വേണം. ആ ശക്തൻ ഡസ്റ്റിൻ റിയാസ് തന്നെയാണെന്ന് നടാഷ തീർത്തു പറയുകയാണ്. നടാഷ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ ഒന്ന് പുഞ്ചിരിച്ചു. ഏയ് നടാഷ, നീ എന്നെ കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിക്കുകയാണല്ലോ. ഏയ് ഡസ്റ്റിൻ, തെറ്റിദ്ധാരണയൊക്കെ അവിടെ ഇരിക്കട്ടെ. ഡസ്റ്റിൻ,
ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നുവെന്ന് ഡസ്റ്റിൻ അറിയണം. എന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഈ ട്രെവർ സ്പാനർ ആണെന്ന് അന്ന് ആ തട്ടിക്കൊണ്ടുപോകാൻ വന്ന ആള് പറഞ്ഞപ്പോ ഞാൻ എന്തുകൊണ്ടാണ് നടപടിയെടുക്കാത്തത്? അതിനൊരു കാരണമുണ്ട്. നടാഷ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ് ഡസ്റ്റിൻ. ഈ ട്രെവറിന്റെ പിന്നിൽ ആരാ ഉള്ളതെന്ന് ഡസ്റ്റിൻ അറിയാവൂ. ആരാ ഉള്ളത്? അത് ആ എഡ്വിൻ ഹമ്മറാണ്. എഡ്വിൻ ഹമ്മറോ? അയാൾ വലിയ കുഴപ്പക്കാരനാണോ? ഈ ഡസ്റ്റിൻ എന്തൊരു ചോദ്യമായി ചോദിക്കുന്നത്. ഈ സെന്റിനലെ ഏറ്റവും ശക്തനല്ലേ എഡ്വിൻ ഹമ്മർ? അയാൾ ആർക്കും എതിർക്കാൻ കഴിയില്ല. അയാൾ ശരിക്കും ശക്തനാണ്. ഹമ്മറെ കുറിച്ച് നടാഷ അങ്ങനെ പറഞ്ഞതും ഡസ്റ്റിൻ നടാഷയോട് പറഞ്ഞു. നടാഷ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി, ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം, ഞാൻ എന്തായാലും ശ്രദ്ധിച്ചു കൊള്ളാം എന്ന് ഡസ്റ്റിൻ പറഞ്ഞപ്പോ അതിന്റെ അർത്ഥം ഡസ്റ്റിൻ റിയാസ് തന്നെയാണ് ട്രാവിസ് സ്പാനറുടെ ആ കൊലപാതകത്തിന്റെ പിന്നിലുള്ളതെന്നാണ്. ആ കാര്യം ഇപ്പൊ നടാഷയ്ക്ക് 100% ഉറപ്പായി. ആ ഉറപ്പ് സ്വാഭാവികമായിട്ടും ഒരു പുഞ്ചിരിയായി നടാഷ ചൂണ്ടി വരികയാണ്. നടാഷ ഡസ്റ്റിൻ നോക്കി ചിരിക്കുന്നുണ്ടതും ഡസ്റ്റിൻ ചിരിച്ചു. അവർക്ക് രണ്ടുപേർക്കും കഥ മനസ്സിലായി. ഡസ്റ്റിൻ ചിരിച്ചുകൊണ്ട് നടാഷയോട് പറഞ്ഞു, നടാഷ, നിന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ച ആളെ നമുക്ക് പിടികൂടണം. നീ അവരെ ഇൻവൈറ്റ് ചെയ്തല്ലോ അല്ലേ? ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഇന്ന് അവരെ നമുക്ക് പിടികൂടാം. വളരെ വ്യക്തമായൊരു പ്ലാനാണ് നടാഷയും ഡസ്റ്റിനും ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. നടാഷയും നടാഷയുടെ ഗ്രാൻഡ് ഫാദറെയും വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ച വ്യക്തി ആരാണെങ്കിലും ആ ആളെ പിടികൂടാനാണ് ഡസ്റ്റിനും നടാഷയും തീരുമാനിച്ചിരിക്കുന്നത്. നടാഷ ഹാർമണെയും ആൻഡ്രൂ ഹാർമണെയും ചതിയിലൂടെ അപകടപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തി ആരാണ് എന്നതിനെ കുറിച്ച് ഒരു ധാരണ നടാഷയ്ക്കുണ്ട്. അതുകൊണ്ടാണ് നടാഷ ആ ആളെ അവളുടെ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത്. ആ ആള് വരുമെന്നും അവൾ ഒരുക്കിയിരിക്കുന്ന കെണിയിൽ അയാൾ വീഴുമെന്നും നടാഷയ്ക്ക് 100% ഉറപ്പാണ്. നടാഷയുടെ ആ ഉറപ്പ് ഡസ്റ്റിനുമുണ്ട്. അവർ രണ്ടുപേരും ആ ആള് വരുമെന്ന പ്രതീക്ഷയിൽ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലേക്ക് തിരിച്ചു. ഈ സമയത്ത് ഇനാഗുറേഷൻ നടക്കുന്ന ആ ഹാളിന് മുന്നിലേക്ക് ഡാലിയ നിക്കോൾസിന്റെ കാർ എത്തി. ഡാലിയ നിക്കോൾസനും ലൈറയും ജെയിംസും അതുപോലെ ഫ്ലോറൻസും ഉണ്ട്. 2 വാഹനങ്ങളിലായിട്ടാണ് അവരവിടെ എത്തിയത്. ഡാലിയ നിക്കോൾസനും ലൈറയും ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങി. മറ്റു കാറിൽ ജെയിംസും ഫ്ലോറൻസുമാണ്. ആ 4 ടീം പുറത്തിറങ്ങുമ്പോൾ ക്രിസ് സ്ഥലത്തെത്തി. ക്രിസ് ഡാലിയുടെ അടുത്തേക്ക് വന്നു. ഡാലിയ, അഭിനന്ദനങ്ങൾ. ഡാലിയ ശരിക്കും സന്തോഷത്തിലാണ്. ഹാർമൺ കുടുംബവുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഭവമൊന്നുമല്ല. ശരിക്കും സന്തോഷത്തോടുകൂടി ആ ടീം ആ ഹാളിനകത്തേക്ക് കടക്കാനായിട്ട് നടക്കുമ്പോൾ ഡാലിയുടെ കണ്ണുകൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡസ്റ്റിൽ പതിഞ്ഞു. ഡസ്റ്റിനും നടാഷയും കൂടി അപ്പോഴാണ് കാറിൽ അവിടെ എത്തിയത്. ഡസ്റ്റിൻ റിയാസിനെ സുന്ദരിയായ നടാഷയ്ക്കൊപ്പം കണ്ടപ്പോ ഡാലിയ നിക്കോൾസിന് ലേശൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ട്. ഡാലിയ നടന്ന് ഡസ്റ്റിന് അടുത്ത് വന്നു. ഡസ്റ്റിൻ, നീ എന്താ ഇവിടെ? അതിന് മറുപടി പറയുന്നത് നടാഷിയാണ്. ഞാൻ ഡസ്റ്റിനെ ക്ഷണിച്ചത്. സുന്ദരിയായ നടാഷ ആരാണെന്ന് ഡാലിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ നടാഷ ക്ഷണിച്ചത് കൊണ്ടാണ് ഡസ്റ്റിൻ ആ മീറ്റിംഗിലേക്ക് വന്നിരിക്കുന്നത്. ആ കാര്യം നടാഷയുടെ മറുപടി നിന്ന് ഡാലിക്ക് മനസ്സിലായി. ഡാലിയ ചിരിച്ചുകൊണ്ട് ഡസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡസ്റ്റിൻ, എന്തായാലും ചടങ്ങിന് വന്നതിൽ ഒരുപാട് താങ്ക്സ്. ഡസ്റ്റിനും ചിരിച്ചു. അല്പസമയം കഴിഞ്ഞതും ആ ടീം ഒന്നടങ്കം ഹാളിലേക്ക് കയറി. ഹാളിലേക്ക് ഡസ്റ്റിനും നടാഷയും കൂടെ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് ക്രിസും അതുപോലെ ജെയിംസും നടാഷയും അതേപോലെ ഡസ്റ്റിനെയും കണ്ടു. രണ്ടുപേർക്കും ഡസ്റ്റിന്റെ കൂടെ ഒരു സുന്ദരി നടക്കുന്ന കണ്ടപ്പോ അങ്ങോട്ട് സുഖിക്കുന്നില്ല. നടാഷ ഡസ്റ്റിനൊപ്പം ഹാളിലേക്ക് നടന്നു കയറിയപ്പോ ഫ്ലോറൻസ് ജെയിംസിനോട് പറഞ്ഞു, ജെയിംസ്, ഇത് അവളല്ലേ? അതെ അമ്മ, അത് അവള് തന്നെയാണ്. ജെയിംസിന്റെ മുഖത്ത് ഡസ്റ്റിൻ അടിച്ച ദിവസം ഡസ്റ്റിനെ സെക്യൂരിറ്റി ഗാർഡുകളെ കൊണ്ട് പിടിച്ചു കെട്ടാനായി ഫ്ലോറൻസ് ആജ്ഞ കൊടുത്തപ്പോഴാണ് നടാഷ അങ്ങോട്ട് വന്നത്. നടാഷയ്ക്കൊപ്പമുള്ള സെക്യൂരിറ്റി ഗാർഡുകൾ ശരിക്കും ശക്തരാണെന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് ഡസ്റ്റിനെ അവർ ആക്രമിക്കാതിരുന്നത്. ഡസ്റ്റിനെ രക്ഷിച്ചു കൊണ്ടുപോയ ആ സുന്ദരിയാണ് ഇപ്പൊ ഇതാ ഡസ്റ്റിനൊപ്പം നടക്കുന്നത്. അവള് പിന്നെയും അവന്റെ കൂടെ തന്നെ ഉണ്ട്. അവളെ നമ്മളൊരു പാഠം പഠിപ്പിക്കണം. എന്തായാലും ഇന്ന് ഹാർമൺ കമ്പനിയുമായിട്ട് ഒരു ടൈപ്പ് ആയി കഴിഞ്ഞാൽ അവരെ ഉപയോഗിച്ച് ഇവിടെ തീർക്കണം. ആ ഒരു ധാരണയിലേക്ക് ഫ്ലോറൻസും ജെയിംസും വേഗം തന്നെ എത്തുകയാണ്. ക്രിസും അത് തന്നെ പറഞ്ഞു. ജെയിംസും ഫ്ലോറൻസും കൂടി അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ക്രിസ് അവരുടെ അടുത്തേക്ക് വന്നത്. ഡസ്റ്റിനും നടാഷയും കൂടി നടന്നു പോകുന്നത് ക്രിസും കാണുന്നുണ്ട്. ക്രിസിനും അതങ്ങോട്ട് സൂഹിക്കുന്നില്ല. ക്രിസ് ലേശം അസ്വസ്ഥതയോടുകൂടി ജെയിംസിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ ജെയിംസ് ക്രിസിനോട് പറഞ്ഞു, അവളാണ് അന്ന് ഡസ്റ്റിനെ രക്ഷിച്ചത്, അല്ലെങ്കിൽ അന്ന് അവനെ നമ്മൾ കാല് തല്ലി ഓടിച്ചനെ. ഏയ് ജെയിംസ്, പേടിക്കണ്ട, ഇന്ന് സാക്ഷാൽ സ്റ്റീൽ ലേഡി തന്നെ ഇവിടെ വരുന്നുണ്ട്. ഹാർമൺ കുടുംബത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തിനെ നയിക്കുന്നത് സ്റ്റീൽ ലേഡിയാണ്. ആ സ്റ്റീൽ ലേഡി തന്നെ ഇന്ന് ഇനാഗുറേഷനിൽ പങ്കെടുക്കുകയാണ്. ഈ സംഭാഷണം കേട്ടുകൊണ്ടാണ് ഡാലിയ നിക്കോൾസനും ലൈറയും അങ്ങോട്ട് വന്നത്. സ്റ്റീൽ ലേഡി വരുന്നുണ്ടെന്നോ? അതെ, സ്റ്റീൽ ലേഡി ഇന്ന് പങ്കെടുക്കുകയാണ്. സ്വിൻഡനിൽ എല്ലാവരും ഹാർമൺ കുടുംബത്തിലെ ആ സ്റ്റീൽ ലേഡിയെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അവൾ ഏറ്റവും സുന്ദരിയാണെന്ന് എല്ലാവർക്കും അറിയാം.
അതുമാത്രമല്ല ബുദ്ധിശക്തിയിലും ബിസിനസ് പ്രാഗൽഭ്യത്തിലും അവൾ സകലരെയും കവച്ചു വെക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാം. സ്റ്റീൽ ലേഡിയെ ഒരു നോക്ക് കാണണമെന്ന് പലർക്കും ആഗ്രഹമുണ്ട്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് സ്റ്റീൽ ലേഡിയെ കണ്ടിട്ടുള്ളത്. ക്രിസ് നോളനും ശരിക്കും ആവേശത്തിലാണ്. സ്റ്റീൽ ലേഡിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ അയാളുടെ നോളൻ ഫാർമസ്യൂട്ടിക്കൽസിനുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പം പറ്റും. ഹാർമൺ ഗ്രൂപ്പ് പ്രശ്നത്തിൽ ഇടപെട്ടാൽ അവരുടെ പ്രശ്നങ്ങൾ നിഷ്പ്രയാസം പരിഹരിക്കപ്പെടും. അതിന് സ്റ്റീൽ ലേഡിയുമായി ഒരു ബന്ധം ഉണ്ടാക്കണം. സ്റ്റീൽ ലേഡിയെ കുറിച്ച് അയാൾ കേട്ടിട്ടേ ഉള്ളൂ, അയാൾ കണ്ടിട്ടില്ല. സ്റ്റീൽ ലേഡിയുമായി അടുപ്പമുണ്ടാക്കുന്നതിനെ കുറിച്ച് ജെയിംസും ക്രിസും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാള് അകത്തേക്ക് വന്നു. ആ ആളെ കണ്ടതും ക്രിസ് ഓടി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഏയ് ജെഫ്, എത്ര നാളായി കണ്ടിട്ട്? ജെഫും ക്രിസിനെ കണ്ട് ചിരിച്ചു. ഹലോ ക്രിസ്, ഒരുപാട് നാളായി കണ്ടിട്ട്. രണ്ടുപേരും സന്തോഷത്തോടുകൂടി കൈ കൊടുത്തതിന് ശേഷം അവർ ജെയിംസ് നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. ജെയിംസിന്റെ അടുത്തേക്ക് വന്ന ക്രിസ് നോളൻ വന്ന ആഗതനെ ജെയിംസിനെ പരിചയപ്പെടുത്തി. ഏയ് ജെയിംസ്, ഇതാരെന്നറിയാവോ? ജെയിംസ് കൗതുകപൂർവ്വം ജെഫിന്റെ മുഖത്ത് നോക്കുമ്പോൾ ക്രിസ് നോളൻ ജെയിംസിനോട് പറഞ്ഞു, ഇതാണ് ജെഫ് ആൻഡേഴ്സൺ, ഹണ്ടർ ആൻഡേഴ്സന്റെ മകൻ. സ്വിൻഡനിലെ ഏറ്റവും പ്രമുഖമായ 3 കുടുംബങ്ങൾ ഹാർമൺ കുടുംബവും ഹമ്മർ കുടുംബവും ആൻഡേഴ്സൺ കുടുംബവുമാണ്. ആൻഡേഴ്സൺ കുടുംബത്തിലെ ഹണ്ടർ ആൻഡേഴ്സന്റെ മകനാണ് ഇപ്പോ അവിടെ എത്തിയിരിക്കുന്ന ജെഫ് ആൻഡേഴ്സൺ. ജെഫ് ആൻഡേഴ്സനെ കുറിച്ച് കേട്ടപ്പോ ജെയിംസിന് ശരിക്കും സന്തോഷം. ജെഫ് ആൻഡേഴ്സൺ ക്രിസിനോട് പറഞ്ഞു, ക്രിസ്, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഏയ് ജെഫ്, ഇന്ന് സ്റ്റീൽ ലേഡി ഈ ചടങ്ങിന് വരുന്നു എന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ, ഞാനും അറിഞ്ഞു സ്റ്റീൽ ലേഡി വരുന്നു എന്ന്. എന്നോട് അച്ഛനാ പറഞ്ഞത് സ്റ്റീൽ ലേഡി പങ്കെടുക്കുന്നു, അതുകൊണ്ട് ഇവിടെ വരണമെന്ന്. അങ്ങനെ ജെഫ് പറഞ്ഞതും ക്രിസ് അടുത്ത് നിൽക്കുകയായിരുന്ന ഡാലിയൻ നിക്കോൾസനെ ചൂണ്ടിക്കാണിച്ച് ജെഫിനോട് പറഞ്ഞു, ഇതാണ് ഡാലിയൻ നിക്കോൾസൺ. ഡാലിയൻ നിക്കോൾസൺ എന്ന ലേഡി ആ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ടെന്നും അവരടുത്ത് പോയി കൊഞ്ചിക്കുഴിഞ്ഞ് നിൽക്കരുതെന്ന് ജെഫിനോട് പ്രത്യേകം ഹണ്ടർ പറഞ്ഞിട്ടുണ്ട്. ആ വാചകം മനസ്സിലുള്ളത് കൊണ്ട് ഡാലിയൻ നിക്കോൾസൺ എന്ന് കേട്ടപ്പോ ജെഫ് കൗതുകപൂർവ്വം ഡാലിയെ നോക്കി. അവൻ കണ്ടിട്ടുള്ള സുന്ദരിമാരിൽ വെച്ച് ഏറ്റവും സുന്ദരി ഡാലിയ നിക്കോൾസൺ ആണ്. അവന്റെ അച്ഛൻ പറഞ്ഞ വാചകം മനസ്സിലുള്ളത് കൊണ്ട് അവൻ കൗതുകപൂർവ്വം ഡാലിയെ നോക്കിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി ക്രിസിനടുത്തേക്ക് വന്നു. ഡാലിയ ഒന്ന് നോക്കിയിട്ട് ക്രിസിനടുത്തേക്ക് വന്ന ജെഫിനോടായി ക്രിസ് പറഞ്ഞു, ഏയ് ജെഫ്, സ്റ്റീൽ ലേഡി ഇത് വരുന്നുണ്ടല്ലേ? സ്റ്റീൽ ലേഡി ഒന്ന് കമ്മിറ്റ് അടിക്കാൻ പറ്റുമോ? അത് കേട്ടതും ജെഫ് ക്രിസിനോട് പറഞ്ഞു, ഹേയ്, ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്. എന്ത് കാര്യം? സ്റ്റീൽ ലേഡി ഇപ്പോ ഒരു ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണെന്ന്. ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണെന്നോ? അതാര്? ആരാന്ന് എനിക്ക് അറിയത്തില്ല. സ്റ്റീൽ ലേഡിക്ക് ഇഷ്ടം ആരോട് തോന്നിയാലും അതിൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഹാളിൽ വേറൊരു ടേബിളിനടുത്ത് 2 ആളുകൾ സ്റ്റേജിന് സമീപത്ത് താഴെ നിൽക്കുന്ന നടാഷയും അതുപോലെ ഡസ്റ്റിനെയും ശ്രദ്ധിച്ചു നോക്കുകയാണ്. ആ ആളുകൾ മറ്റാരുമല്ല, സാക്ഷാൽ എഡ്വിൻ ഹമ്മറും എഡ്വിൻ ഹമ്മറിന്റെ വലങ്കൈ ലോസൺ ഫ്ലച്ചറുമാണ്. ഏയ് ലോസൺ, നീ പറഞ്ഞതുപോലെ അല്ലല്ലോ കാര്യങ്ങൾ. നടാഷയല്ലേ ആ നിൽക്കുന്നത്? അതെ, ഞാനും അതാ നോക്കുന്നത്. എന്റെ കണക്കൂട്ടൽ അനുസരിച്ച് നടാഷ ഇപ്പോ കിടക്കെ തന്നെ ആകേണ്ടതാണ്. അവൾക്ക് എണീക്കാൻ പറ്റേണ്ടതല്ല. പക്ഷെ അവൾ വളരെ കൂളായിട്ടാണല്ലോ നിൽക്കുന്നത്. എഡ്വിനും അതാണ് നോക്കുന്നത്. അവരുടെ കാൽക്കുലേഷൻ അനുസരിച്ച് നടാഷയുടെ അസുഖം ഇന്ന് ശരിക്കും മൂർധന്യത്തിലെത്തണം. ഒരു ലക്ഷ്യമില്ലാതെ ഇന്ന് നടാഷി രക്ഷിക്കാൻ വേണ്ടി സകല വിട്ടുവീഴ്ചകൾക്കും ഹാർമൺ ഫാമിലി തയ്യാറാകേണ്ട ദിവസമാണ്. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഒരു കാര്യമാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. നടാഷ ഒരു കുഴപ്പമില്ലാതെ ഒരു ചെറുപ്പക്കാരന്റെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നടാഷയെ തന്നെ എഡ്വിൻ ഹമ്മർ അങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ലോസൺ എഡ്വിനോട് ചോദിച്ചു, എഡ്വിൻ, നടാഷയുടെ അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ? ആ, ഞാൻ കണ്ടു. എഡ്വിൻ, ആ ചെറുപ്പക്കാരനെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്ക്, അവന്റെ കൈകളൊക്കെ ശ്രദ്ധിച്ച്. ലോസൺ പറഞ്ഞനുസരിച്ച് എഡ്വിൻ ഡസ്റ്റിൻ റയാസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആ, ഒരു നല്ല ബോഡിയുള്ള അത്ര വണ്ണമില്ലാത്ത ചെറുപ്പക്കാരനാണ്. വേറെ എനിക്ക് പ്രത്യേകം തോന്നുന്നില്ല. അവന്റെ കൈകൾ കണ്ടോ? കൈകൾ കൂളായിട്ടല്ലേ കിടക്കുന്ന. അവന്റെ ആ നെഞ്ചു വിരിച്ചുള്ള നിപ്പ് കണ്ടോ? അതിന്റെ അർത്ഥം അറിയാവോ എന്താണെന്ന്? ലാസൻ, എന്താന്ന് വെച്ചാൽ പറയാം. അവനൊരു മെഡിക്കൽ പ്രാക്ടീഷണറാണ്, അവനൊരു ഡോക്ടറാണ്. അവൻ നടാഷയെ ചികിത്സിച്ചിരിക്കുന്നു. നടാഷയുടെ അസുഖം അവൻ ചികിത്സിച്ച് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ കോൺഫിഡൻസ് അവന്റെ ബോഡിയിലുണ്ട്. ലോസൺ ഫ്ലച്ചർ പറഞ്ഞ വാചകം ശരിക്കും ഒരു അമ്പരപ്പാണ് എഡ്വിൻ ഉണ്ടാക്കിയത്. നേരത്തെ ആൻഡ്രൂ ഹാർമന്റെ അസുഖത്തെ ചികിത്സിച്ച് ഭേദമാക്കിയെന്നൊരു വാർത്ത അവര് കേട്ടിരുന്നു. ആ വാർത്ത എത്രത്തോളം സത്യമാണ് എന്നതിനെ കുറിച്ച് അവർക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതാ അവരിതാ കൺമുമ്പിൽ കാണുകയാണ് സാക്ഷാൽ നടാഷ കൂളായി നിൽക്കുന്നത്. ആ നടാഷയും ചികിത്സിച്ച് ഭേദമാക്കിയത് ആ ചെറുപ്പക്കാരനാണ് എന്നാണ് ലാസൻ പറഞ്ഞത്. ഏയ് ലാസൻ, നമ്മൾ എന്ത് ചെയ്യും? എഡ്വിൻ, അവനെ ഇന്ന് തന്നെ തീർക്കണം. നടാഷയെ വിഷം കൊടുത്ത് ചതിക്കാനായി അവരുണ്ടാക്കിയ പ്ലാൻ തകർത്തിരിക്കുന്നത് ആ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ നടാഷയ്ക്കൊപ്പം അങ്ങനെ തുടരുന്നത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ അനുവദിച്ചാൽ അവരുടെ പ്ലാനുകളൊക്കെ പൊളിയും. എഡ്വിനും
അതുപോലെ ലോസനും അക്കാര്യം അറിയാം. ലോസൺ അങ്ങനെ പറഞ്ഞതും എഡ്വിൻ ലോസനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ട കാര്യം നിർദ്ദേശിച്ച് ചെയ്യും. അത് കേട്ടതും ലോസൺ പെട്ടെന്ന് ആ ടേബിളിന്റെ അടുത്തുനിന്ന് എണീറ്റ് പുറത്തേക്ക് പോയി. അയാൾ ഫോണിൽ ആരെയൊക്കെയോ വിളിച്ചു. ഈ സംഭവങ്ങൾ ഇങ്ങനെ അരങ്ങേറുമ്പോൾ സ്റ്റേജിൽ അടിപൊളി പെർഫോമൻസ് നടക്കുകയാണ്. അറിയപ്പെടുന്ന ഒരു ഗായകന്റെ മ്യൂസിക് പെർഫോമൻസ് നടക്കുന്നത്. ശരിക്കും ആളുകളെ രസിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാടി തിമർക്കുകയാണ്. ശരിക്കും ആഘോഷത്തിൻ്റെതായ ഒരു നിമിഷം. ആ ഹാളിൽ മ്യൂസിക്കും ലൈറ്റും എല്ലാം കൂടെ ചേർന്ന് വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹാളിലുള്ള ആളുകൾ പരസ്പരം പരിചയപ്പെടാനായി ഓരോ മേശയിൽ നിന്ന് അടുത്ത മേശയിലേക്ക് പോകുന്നുണ്ട്. ഒരു ശരിക്കും ലൈവായിട്ടുള്ള അന്തരീക്ഷമാണ്. പെട്ടെന്ന് സ്റ്റേജിലേക്ക് ഒരു ചെറുപ്പക്കാരി വന്നു. അവള് അനൗൺസ് ചെയ്യുകയാണ്, നമ്മുടെ ഇനാഗുറേഷൻ സെറമണി തുടങ്ങാൻ പോവുകയാണ്. എല്ലാ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവളുടെ ആ ശബ്ദം ആ ഹാളിലെ എല്ലാ സ്പീക്കറുകളിലൂടെയും ഒരേപോലെ മുഴങ്ങുകയാണ്. സകലന്റെ ശ്രദ്ധ സ്റ്റേജിലേക്ക് വന്നു. അവളുടെ പുറത്തു മാത്രമായി ഒരു പ്രകാശം പതിക്കുകയാണ്. ബാക്കി സ്റ്റേജിലുള്ള ലൈറ്റുകളൊക്കെ ഓഫാണ്. ഈ ശൈലിയിൽ സ്റ്റേജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ആ പ്രകാശത്തിൽ കുളിച്ചു നിന്നുകൊണ്ടാണ് അനൗൺസ്മെന്റ് നടക്കുന്നത്. അവൾ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് എല്ലാവരോടായി പറഞ്ഞു, നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്ന ഇനാഗുറേഷൻ ചടങ്ങ് തുടങ്ങാൻ പോവുകയാണ്. ഞാൻ സ്റ്റേജിലേക്ക് ഹാർമൺ കുടുംബത്തിന്റെ സ്റ്റീൽ ലേഡി എന്നറിയപ്പെടുന്ന നടാഷ ഹാർമണെ ഇൻവൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾ അനൗൺസ് ചെയ്തതും ഒരു പ്രകാശം സ്റ്റേജിന് താഴെയുള്ള സ്റ്റെപ്പിലേക്ക് വീണു. സകല ആളുകളും ആ പ്രകാശം വീണ സ്റ്റെപ്പിലേക്ക് നോക്കുമ്പോൾ ഒരാൾ ആ സ്റ്റെപ്പിലേക്ക് നടന്നു കയറി. ആ ആള് സ്റ്റെപ്പ് വഴി മുകളിലേക്ക് കടക്കുന്നതനുസരിച്ച് ആ പ്രകാശം ആ ആളെ അനുഗമിക്കുകയാണ്. സ്റ്റേജിനുള്ളിലേക്ക് നടന്നു കയറുന്ന ആ സുന്ദരിയുടെ പുറകുവശമാണ് ഇപ്പോ ഓഡിയൻസിനെ കാണാൻ പറ്റുന്നത്. അവളുടെ പുറകുവശം കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. ആ ശൈലിയിലാണ് പ്രകാശത്തിൽ അവളെ കാണാൻ കഴിയുന്നത്. സ്റ്റെപ്പുകൾ കയറി കയറി ആ ലേഡി സ്റ്റേജിലേക്ക് തിരിയുമ്പോൾ പ്രകാശവും ഓട്ടോമാറ്റിക്കായിട്ട് തിരിയുകയാണ്. ഇപ്പോ അവരുടെ ഒരു വശം ആൾക്കാർക്ക് കാണാം. ആ പ്രകാശത്തിലൂടെ ആ ലേഡി നടന്ന് സ്റ്റേജിന് നടുക്കെത്തി. അവള് ഒന്ന് തിരിഞ്ഞു. ഇപ്പോ പൂർണ്ണ പ്രകാശത്തിൽ ആ ലേഡിയെ കാണാം. സ്റ്റേജിൽ ആ ലേഡിയുടെ പൂർണ്ണ രൂപം കണ്ട ഡാലിയ നിക്കോൾസൺ ശരിക്കൊന്ന് കിടുങ്ങി. അവൾ അമ്പരപ്പോടെ ആ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ സ്റ്റേജിൽ അനൗൺസ്മെന്റ് കേൾക്കാം, ഇതാ നിങ്ങളെല്ലാം കാത്തിരുന്ന ഹാർമൺ കുടുംബത്തിന്റെ സ്റ്റീൽ ലേഡി നടാഷ ഹാർമൺ നിങ്ങൾക്ക് മുന്നിൽ ഇതാ എത്തിയിരിക്കുന്നു. അങ്ങനെ ആ അനൗൺസ്മെന്റ് കേൾക്കുമ്പോൾ നടാഷ ഹാർമൺ ആ പ്രകാശത്തിൽ അങ്ങനെ കുളിച്ചു നിൽക്കുകയാണ്. ഡാനിയ നിക്കോൾസന് ആ കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൾ എതിരാളിയായി കണ്ട, അവൾ കളിയാക്കാൻ ശ്രമിച്ച, അവളോട് എതിരിട്ട നടാഷ യഥാർത്ഥത്തിൽ നടാഷ ഹാർമൺ ആണ്. ഡാലിയ നിക്കോൾസൺ ഞെട്ടിയതുപോലെ ഡാലിയുടെ അടുത്ത് നിൽക്കുന്ന ലൈറ ബ്ലൈനും ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. അവളും നേരത്തെ നടാഷയെ കണ്ടതാണ്. എന്നാൽ ഇവർ രണ്ടുപേരെക്കാളും ഞെട്ടി നിൽക്കുന്ന വേറെയും ആളുകളുണ്ട്. ജെയിംസും ഫ്ലോറൻസും ക്രിസുമാണ്. ഏറ്റവും ഞെട്ടിയിരിക്കുന്നത് ക്രിസ് നോളനാണ്. നടാഷ ഹാർമൺ ആണ് നേരത്തെ ഡസൻ റിയാസിനൊപ്പം അവന്റെ തൊട്ടടുത്ത് ഉണ്ടായിരുന്നെന്ന് വിശ്വസിക്കാനാവാതെയാണ് ക്രിസ് നോളൻ സ്റ്റേജിലേക്ക് നോക്കുന്നത്. സ്റ്റേജിൽ നിൽക്കുന്ന നടാഷയെ കണ്ട് ക്രിസ് നോളന്റെ മുഖം വിളർന്നത് അടുത്ത് നിൽക്കുന്ന ജെഫ് ആൻഡേഴ്സൺ കണ്ടു. ജെഫ് ക്രിസിനോട് ചോദിച്ചു, ഏയ് ക്രിസ്, എന്തു പറ്റി? അല്ല, അതാണോ നടാഷ? അതെ, അതാണ് നടാഷ ഹാർമൺ. എന്താ, എന്തു പറ്റി? അല്ല, ഞാൻ ഈ നടാഷയുമായിട്ട് ഒന്ന് ഉരസിയിരുന്നു. ക്രിസ് നോളൻ അത് പറഞ്ഞതും ജെഫ് ക്രിസിനോട് പറഞ്ഞു, ഏയ് ക്രിസ്, നീ തീർന്നടാ, നീ തീർന്നു, ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. അങ്ങനെ പറഞ്ഞത് ജെഫ് ആൻഡേഴ്സൺ പെട്ടെന്ന് അവിടുന്ന് മാറി. ഹാർമൺ കുടുംബത്തിന്റെ സ്റ്റീൽ ലേഡി എന്നറിയപ്പെടുന്ന നടാഷ ഹാർമണുമായിട്ട് ക്രിസ് നോളൻ ഒന്ന് ഉടക്കിയിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയ ജെഫ് പെട്ടെന്ന് സ്ഥലം വിട്ടതാണ്. ജെഫിന്റെ ആ പെരുമാറ്റം സ്വാഭാവികമായിട്ട് ഒരു വിറയൽ അടുത്ത് നിൽക്കുന്ന ജെയിംസിനും ഉണ്ടാക്കി. അവനും അവന്റെ അമ്മ ഫ്ലോറൻസും നടാഷയോട് ഒന്ന് കയർത്തതാണ്. നടാഷ ഡസ്റ്റിനുമായി അന്ന് അവിടുന്ന് പോയപ്പോ നടാഷ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഇപ്പോ അവർ കഥ മനസ്സിലാക്കിയാണ്. ഹാർമൺ കുടുംബത്തിന്റെ ആ സ്റ്റീൽ ലേഡിയാണ് നടാഷ ഹാർമൺ. ഇപ്പോ മൈക്ക് നടാഷയുടെ കയ്യിലാണ്. നടാഷ മൈക്ക് എടുത്തു. നടാഷ സദസ്സം നോക്കി എല്ലാവരോടും പറഞ്ഞു, ഇത് ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യം സംഭവിക്കുകയാണ്. ഞങ്ങളുടെ ഹാർമൺ കുടുംബം ഒരു പുതിയ പാർട്ട്ണറെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ പാർട്ട്ണർഷിപ്പിന്റെ ഇനാഗുറേഷൻ ആണ് ഇന്ന് നടക്കുന്നത്. ഞങ്ങളുടെ പാർട്ട്ണറെ കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞാൻ ആ പാർട്ട്ണറെ ഇൻവൈറ്റ് ചെയ്യാൻ പോവുകയാണ്. ഡാലിയ നിക്കോൾസൺ, പ്ലീസ് കം. നടാഷയുടെ ആ അനൗൺസ്മെന്റ് കേട്ടതും ഫ്ലോറൻസ് ഡാലിയോട് പറഞ്ഞു, ഈ ഡാലിയ നിന്നെയാ വിളിക്കുന്നത്. ഇത്രയും സമയം സ്റ്റേജിലേക്ക് നോക്കി ഞെട്ടി നിൽക്കുകയായിരുന്നു ഡാലിയ നിക്കോൾസൺ. ഡാലിയ ഏതാണ്ട് സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു.
ഫ്ലോറൻസ് ഡാലിയെ കുലുക്കി വിളിച്ചു. ഏയ് ഡാലിയ, ഇതാ നിന്നെ ഞാൻ വിളിക്കുന്നു. ഡാലിയ നിക്കോൾസൺ പെട്ടെന്ന് കിട്ടിയ ഒരു ധൈര്യത്തിന്റെ ഫലമായി സ്റ്റേജിന് നേരെ നടന്നു. ഡാലിയ നിക്കോൾസൺ നടന്ന് സ്റ്റേജിലെ ആ പടിക്കെട്ടിനടുത്തെത്തിയതും പ്രകാശം ഡാലിയ നിക്കോൾസന്റെ മുകളിലേക്ക് വന്നു. നേരത്തെ നടാഷയുടെ പുറത്ത് വന്നതുപോലെ ഇപ്പോ ആ ഓഡിയൻസിന് മുഴുവൻ ഡാലിയ നിക്കോൾസനെ കാണാം. സകലരും ആരാണ് ഡാലിയ നിക്കോൾസൺ അറിയാൻ വേണ്ടി ആ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ആ പടിക്കെട്ടുകളിലൂടെ പ്രകാശത്തിലൂടെ ഡാലിയ നിക്കോൾസൺ സ്റ്റേജിലേക്ക് വന്നു. ആ പ്രകാശത്തിനൊപ്പം സ്റ്റേജിലേക്ക് വന്ന ഡാലിയ നിക്കോൾസൺ സ്റ്റേജിന്റെ നടുക്കെത്തിയതും ഓഡിയൻസിന് നേരെ തിരിഞ്ഞു. ഇപ്പോ പ്രകാശം നടാഷയും ഡാലിയും മൂടി നിൽക്കുകയാണ്. ജനം ഏതാണ്ട് ശ്വാസം പിടിച്ചാണ് ആ കാഴ്ച കണ്ടത്. സൂപ്പർ സുന്ദരികൾ എന്ന് വിളിക്കാവുന്ന രണ്ടാളുകൾ ഇതാ സ്റ്റേജിൽ. നടാഷ ഹാർമൺ അതിസുന്ദരിയാണ്. നടാഷയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുമെന്ന് തോന്നുന്ന ഡാലിയ നിക്കോൾസൺ ഇതാ കൂടെ നിൽക്കുകയാണ്. രണ്ട് സുന്ദരിമാർ. ഒരു വല്ലാത്ത കാഴ്ചയാണ് ഓഡിയൻസ് അത് ഉണ്ടാക്കിയത്. ശരിക്കും ആ ഓഡിയൻസ് സ്തംഭിച്ച് ആ സ്റ്റേജിലേക്ക് നോക്കുകയാണ്. രണ്ട് സുന്ദരിമാരെ ഇതുപോലെ ഒരുമിച്ച് കാണാൻ കഴിയുമെന്ന് അവരാരും കരുതിയതല്ല. പലരും ഡാലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു, പലരും നടാഷയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. സിൻഡറിലെ ഏറ്റവും സുന്ദരിമാർ 4 പേരാണ്. അതിൽ 2 പേരാണ് ഇതാ സ്റ്റേജിൽ നിൽക്കുന്നത്. എല്ലാവർക്കും ആ 4 പേരെ കുറിച്ച് അറിയാം, കേൾക്കാറുണ്ട്, പക്ഷെ കാണാറില്ല. ഇപ്പൊ ഇതാ ഒരുമിച്ച് ആ 2 സുന്ദരിമാരും സ്റ്റേജിൽ. ഡാലിയ നിക്കോൾസൺ നടാഷയുടെ അടുത്ത് വന്നതും നടാഷ ഡാലിയുടെ കൈ പിടിച്ച് കുലുക്കി. ഏയ് ഡാലിയ നിക്കോൾസൺ, ഹാർമൺ കുടുംബത്തിലേക്ക് സ്വാഗതം. ഡാലിയ നടാഷ കൈ പിടിച്ച് കുലുക്കുമ്പോ ഡാലിയുടെ കണ്ണെങ്കിൽ നടാഷയുടെ മുഖത്താണ്. നടാഷ, സോറി, ഞാൻ അറിഞ്ഞില്ല. ഏയ് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. നടാഷയും ഡാലിയും കൂടി കൂളായി സംസാരിക്കുകയാണ്. ആ കാഴ്ച കാണുന്ന ഓഡിയൻസിന് തോന്നുന്നത് ശരിക്കും പരിചയക്കാർ സംസാരിക്കുന്നതാണ്. പക്ഷെ 2 എതിരാളികൾ മുഖത്തോട് മുഖം നോക്കി കൈ കൊടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഡാലിയ നിക്കോൾസൺ നടാഷയെ മനസ്സിൽ ഒരു ഗുരുവായി കണ്ടിട്ടുണ്ടായിരുന്നു. നടാഷയെ പോലെ അറിയപ്പെടുന്ന ഒരു ബിസിനസ് മാഗ്നറ്റ് ആകണമെന്നുള്ളത് ഡാലിയ നിക്കോൾസന്റെ ഒരു സ്വപ്നമായിരുന്നു. ആ നടാഷയാണ് ഇപ്പൊ ഇതാ ഡാലിക്ക് മുന്നിൽ നിൽക്കുന്നത്. പക്ഷെ ഇതേ നടാഷയുമായിട്ടാണ് നേരത്തെ അവൾ വെല്ലുവിളി നടത്തിയത്. നടാഷ ഒരു വെല്ലുവിളി മുന്നിൽ വെച്ചിരുന്നു. ക്രിസിനെ ഡസ്റ്റിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ആ വെല്ലുവിളി ഉണ്ടായത്. അടുത്ത 1 മാസം കൊണ്ട് ക്രിസ് നോളനേക്കാൾ അറിയപ്പെടുന്ന ആളാക്കി, സമ്പന്നനാക്കി ഡസ്റ്റിനെ മാറ്റുമെന്നാണ് നടാഷ ഡാലിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചത്. അങ്ങനെ ഒരു സംഭവം നടക്കില്ല എന്ന് ഡാലിയ തീർത്തു പറഞ്ഞു. അവൾ 3 കൊല്ലം കൊണ്ട് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം 1 മാസം കൊണ്ട് നടത്തുമെന്നാണ് നടാഷ പറഞ്ഞത്. അതെങ്ങനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? പക്ഷെ ഇപ്പോ അവക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. കൂടെ നിൽക്കുന്നത് സാക്ഷൽ നടാഷ ഹാർമണാണ്. ആ ചിന്ത ഡാലിയുടെ മനസ്സിലേക്ക് വന്നതും നടാഷ ഡാലിയോട് ചോദിച്ചു, ഡാലിയ, നമ്മുടെ ബെറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് കേട്ടതും ഡാലിയ നടാഷയോട് പറഞ്ഞു, നടാഷ, നിങ്ങൾ പേഴ്സണലായിട്ട് ഈ വിഷയത്തിൽ ഇടപെടില്ലെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഡസ്റ്റിന് ഒരിക്കലും ക്രിസിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഡാലിയ നിക്കോൾസൺ പറയുന്നത് അവളുടെ വിശ്വാസം അനുസരിച്ചാണ്. അത് കേട്ടതും നടാഷ ഒന്ന് പുഞ്ചിരിച്ചു. നടാഷ മൈക്ക് കയ്യിലെടുത്തു. നടാഷ ഓഡിയൻസ് നോക്കി അവരോടായി പറഞ്ഞു, ഇന്ന് ഈ സദസ്സിൽ ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഞങ്ങളുടെ ഹാർമൺ കുടുംബത്തിന്റെ രക്ഷകനായ ആ വ്യക്തിയെ ഇതാ ഞാൻ വിളിക്കുകയാണ്. മിസ്റ്റർ ഡസ്റ്റിൻ റിയാസ്, പ്ലീസ് കം. ഡസ്റ്റിൻ റിയാസിനെ സ്റ്റേജിലേക്ക് നടാഷ ഹാർമൺ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഓഡിയൻസിനിടയിൽ നിന്ന് സ്റ്റേജിലെ കാഴ്ചകളൊക്കെ കണ്ട് രസിച്ചു നിൽക്കുന്ന ഡസ്റ്റിൻ റിയാസ് ഒന്ന് ഞെട്ടി. ഇവളിത് എന്ത് വിചാരിച്ചാണ്? അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് ഡസ്റ്റിന് മനസ്സിലേക്ക് വന്നത്. പക്ഷേ സകല ആളുകളും ഡസ്റ്റിനെ കാത്തു നിൽക്കുന്ന കണ്ടപ്പോ ഡസ്റ്റിന് സ്റ്റേജിലേക്ക് നടക്കേണ്ടി വന്നു. ഡസ്റ്റിൻ സ്റ്റേജിന്റെ ആ സ്റ്റെപ്പിൽ കാലി വെക്കുമ്പോ സ്വാഭാവികമായിട്ട് പ്രകാശം ഡസ്റ്റിന് മുകളിലേക്ക് വീണു. ഡസ്റ്റിൻ റിയാസ് ആ പ്രകാശത്തിലൂടെ നടന്ന് സ്റ്റേജിന് നടുവിലേക്ക് വന്നു. ഡാലിയെ കടന്ന് നടാഷയുടെ ഇടതുവശത്തായിട്ട് ഡസ്റ്റിൻ വന്നു നിന്നു. തന്നെ കടന്നു പോകുന്ന ഡസ്റ്റിൻ റിയാസിനെ വല്ലത്തൊരു അമ്പരപ്പോടുകൂടിയാണ് ഡാലിയ നിക്കോൾസൺ കണ്ടത്. ഡസ്റ്റിൻ റിയാസ് നടാഷയുടെ അടുത്തു നിൽക്കുമ്പോ ഇപ്പൊ പ്രകാശം അവർ 3 പേരിലായിട്ട് വീഴുകയാണ്. ഡസ്റ്റിൻ റിയാസിലും നടാഷയിലും ഡാലിയ നിക്കോൾസണിലും. ഓഡിയൻസിനെ നോക്കി നടാഷ ഒന്നുകൂടി പറഞ്ഞു, ഈ ഡസ്റ്റിൻ റിയാസ് ഞങ്ങളുടെ രക്ഷകനാണ്, ഹാർമൺ കുടുംബത്തിന്റെ ഉപദേശകനാണ്, ഹാർമൺ കുടുംബത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് എന്റെ ഈ ഡസ്റ്റിൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് സകലരും കണ്ടുകൊണ്ട് നിൽക്കി നടാഷ ഡസ്റ്റിന്റെ ഷോൾഡറിലൂടെ കൈയിട്ടു. ഡസ്റ്റിന്റെ ഷോൾഡറിലൂടെ കൈയിട്ട് ഡസ്റ്റിന്റെ ദേഹത്തേക്ക് ചാരി നിന്നുകൊണ്ടാണ് നടാഷ അങ്ങനെ പറഞ്ഞത്. നടാഷയുടെ വലതു ഭാഗത്ത് സാക്ഷാൽ ഡാലിയ നിക്കോൾസൺ നിൽക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഡാലിയ നിശബ്ദയായി ആ കാഴ്ച അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വരെ അവളുടെ ഹസ്ബൻഡായിരുന്ന, അവളുടെ എല്ലാമായിരുന്ന ഡസ്റ്റിൻ റിയാസിനെ
അവളുടെ തൊട്ടടുത്ത് നിന്ന് നടാഷ ഹർമൺ അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ എന്തു പറയണമെന്നറിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ് ഡാലിയ നിക്കോൾസൺ. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസവും വീണ്ടും കാണാം. ഇതുവരെ ഡസ്റ്റിൻ റിയാസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് PS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.